അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറെ പ്രിയങ്കരരായ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, വളരെ സന്തോഷത്തോടെയാണ് ബഹുമാന്യനായ അനിൽ കൊടിത്തോട്ടത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഇന്നു മുതൽ ഉത്തരം പറഞ്ഞു തുടങ്ങുന്നത്. ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു, ക്രിസ്തീയ പണ്ഡിതന്മാർ, പുരോഹിതന്മാർ, പ്രബോധകന്മാർ ഉന്നയിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും, അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണകൾക്കും മറുപടി പറയും, വിശദമായി പറയും എന്ന് നിങ്ങൾക്ക് വാക്ക് തന്നിരുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ടോപ്പിക് ഇന്ന് നാം തിരഞ്ഞെടുക്കുകയും അത് വളരെ ഭംഗിയായി ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന വിധത്തിൽ വിവരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ദത്തുപുത്രൻ്റെ ഭാര്യ, അവരെ പിന്നീട് വിവാഹമോചനം ചെയ്തതിന് ശേഷമുള്ള കല്യാണം കഴിക്കൽ, അള്ളാഹു ഒരു കൂട്ടിക്കൊടുപ്പുകാരനാണ് എന്ന പരാമർശം, ഇടനിലക്കാരനാണ് എന്ന പരാമർശം, മുഹമ്മദിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണെന്ന സെബാസ്റ്റ്യൻ്റെയും കൊടിത്തോട്ടത്തിൻ്റെയും പരാമർശം, ഇതെല്ലാം വിവരിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു വിഷയാവതരണം ബൈബിളിൻ്റെയും ഖുർആനിൻ്റെയും ചിന്തയുടെയും അതുപോലെ ചരിത്രങ്ങളുടെയും നീതിയുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ചോദ്യങ്ങളിലേക്കും അവരുണ്ടാക്കിയിട്ടുള്ള, അവർ സൃഷ്ടിച്ചിട്ടുള്ള സംശയങ്ങളുടെ ലോകത്തേക്ക് നമുക്ക് കടന്നു പോകാം. നമുക്ക് ആ ഭാഗം കേട്ടുകൊണ്ട് തന്നെ തുടങ്ങാം. നിങ്ങളൊന്ന് കേട്ടോളൂ. ഈ വാക്യങ്ങൾ 33-ാം വാക്യം, 50-ാമത്തെ ആയത്ത്, 52-ാമത്തെ ആയത്ത്, ഇവയ്ക്ക് ഇതിലുള്ളിടത്തോളം കാലം ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് സൂചിപ്പിച്ചിരിക്കും. നിങ്ങൾ ഒരക്ഷരം കൊണ്ടെങ്കിലും ഇതിന് മറുപടി പറഞ്ഞോ? നിങ്ങൾ ഈ ഖുർആൻ 33-ാം ആയത്തിലെ അൽസാബ് എന്ന അധ്യായത്തിലേക്ക് വന്നോ? നിങ്ങൾ അതിനെന്താ മറുപടി പറയാഞ്ഞത്? നിങ്ങൾ പറയാനിരിക്കുന്ന മറുപടിയും ഞങ്ങൾക്കറിയാം. ഇതിനപ്പുറത്തൊന്നും പറയാൻ പാകത്തിന് ഒരു ദാവാപ്രഭാഷകനും 1400 വർഷമായിട്ട് ലോകത്തെങ്ങും വളർന്നിട്ടില്ലെന്ന് പറയാം. അതായത് വിശുദ്ധ ഖുർആനിലെ ഒരധ്യായം, അൽസാബ് അല്ല, അൽ അഹ്സാബ് എന്ന് പറയുന്ന അധ്യായം. അദ്ദേഹം അൽസാബ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക പണ്ഡിതനോ ഖുർആൻ പഠിച്ച ആളോ അറബി ഭാഷ അറിഞ്ഞ ആളോ അല്ലാത്തതുകൊണ്ട് നമുക്കത് മാപ്പാക്കാം. ഏതായിരുന്നാലും ആ അധ്യായത്തിലെ ഇന്നെന്ന വചനങ്ങൾ 50, 51, 52, 37, 36 ഇതൊക്കെ അദ്ദേഹം ഉദ്ധരിക്കുന്ന വചനങ്ങളാണ്. ഈ വചനങ്ങളിൽ ഒരക്ഷരം പറയാൻ നിങ്ങൾക്ക് സാധിച്ചോ? 1400 വർഷമായി ഞങ്ങളുടെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പോകുന്ന ആണുങ്ങളൊന്നും നമ്മുടെ കൂട്ടത്തിൽ ജനിച്ചിട്ടില്ല എന്ന നിലയിലാണ് ഈ സംസാരങ്ങളൊക്കെ. അടുത്ത ഒരു ക്ലിപ്പൂടെ കേട്ടോളൂ. ഒന്നുകൂടെ പറഞ്ഞേക്കാം. നിങ്ങൾക്കേറെ ഭയമുള്ള, നിങ്ങൾക്കേറെ ബുദ്ധിമുട്ടുള്ള നബിയുടെ ഇത്തരത്തിലുള്ള കാര്യം ഒരക്ഷരം അൽകൊടുത്തോട്ടം മിണ്ടൂല. ഞാൻ എൻ്റെ പൈതൃകത്തെ സാക്ഷി നിർത്തി പറയുന്നു, ഞാൻ മിണ്ടൂല. മുഹമ്മദിനെ കുറിച്ച് ഒരക്ഷരം ഞാൻ ഗുണമാകട്ടെ ദോഷമാകട്ടെ മിണ്ടില്ല. ഖുർആനിൽ നിന്ന് വേറെ ഉദ്ധരിക്കും. ഖുർആൻ 33 നമുക്ക് ഒഴിവാക്കിയേക്കാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതും ഞങ്ങൾ ചെറിയ വിഷയം ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സ്ഥലമല്ല, അതങ്ങ് വിട്ടേക്കാം. അല്ലാതെ നമുക്ക് ധാർമ്മികത ചർച്ച ചെയ്യാം. തയ്യാറുണ്ടോ? വളരെ ആവേശത്തോടെ. പിന്നെ ജനങ്ങൾ വിവരക്കേടുകൾ എന്നും തെറ്റിദ്ധരിക്കാൻ കാത്തു നിൽക്കുന്നൊരു ജനതയാണല്ലോ. അപ്പം നമുക്കെന്തോ ഒരു പേടി, ആ അധ്യായം ടച്ച് ചെയ്യുന്നതിൽ എന്തോ ഒരു പേടിയുണ്ട് എന്നാണ് ഞാൻ ആദ്യമായി പറയുന്നത്. ഈ അധ്യായം പ്രവാചക വിമർശനത്തിന് വേണ്ടിയാണല്ലോ ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അധ്യായം പ്രവാചകന് ഡിലീറ്റ് ചെയ്യാമായിരുന്നല്ലോ. നല്ലോണം ആലോചിക്കാനാണ്, തലച്ചോറുള്ളവരോടാണ് പറയുന്നത്, ബുദ്ധിയുള്ളവരോടാണ് പറയുന്നത്, വിവേകമുള്ളവരോടാണ് പറയുന്നത്, ദീർഘദർശനം ചെയ്യുന്നവരോടാണ് പറയുന്നത്. ഞാനൊരു പുസ്തകം ഇറക്കിയിട്ട് ആ പുസ്തകത്തിൽ ലോകം അവസാനിക്കുന്നവരെ എന്നെ പൊങ്കാല ഇടാനുള്ള ഒരു കാര്യം ഞാൻ തന്നെ അതിൽ വെച്ചേക്കുമോ? അങ്ങനെ ഒരു അധ്യായം ലോക ഖുർആനിൽ എവിടെ നിന്നെങ്കിലും മുസ്ലിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഇല്ലാതാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടല്ലാത്തത്? നിങ്ങളുടെ വിവരക്കേടല്ല ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് കൃത്യമായ പക്വതയും ചരിത്രപരമായ ബോധവും, എന്താണ് ആ ദൈവം തമ്പുരാൻ പറയുന്നത് എന്ന അറിവും, പ്രവാചകൻ എന്താണ് ചെയ്തത് എന്ന ഉൾക്കാഴ്ചയും ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്കതില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ വിവരക്കേട് ചോദിക്കുകയും ആ വിവരക്കേടിനെ മഹാബുദ്ധിജീവിത്തമായി അല്ലെങ്കിൽ വിജ്ഞാനമായി നിങ്ങൾ സ്വയം കരുതുകയും ചെയ്യുന്നു. സർ, അങ്ങനെ കരുതുന്നത് കൊണ്ട്
ഞങ്ങൾക്ക് സൂറത്ത് അഹ്സാബ് ടച്ച് ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന നിലയിലാണ് താങ്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അർത്ഥഗർഭമായി, വളരെ ശ്രദ്ധേയമായി ഈ വിഷയത്തെയൊക്കെ നമുക്ക് വിവരിക്കേണ്ടതുണ്ട്. ഒരു ക്ലിപ്പ് കൂടി കേൾപ്പിച്ചുകൊണ്ടായാൽ വളരെ സുഖമായി എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. എന്നിട്ട് ഖുർആനിൽ നിന്ന് ഈ വിഷയത്തിന് നിങ്ങൾ ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ വളരെ ബ്രീഫായി, എന്നാൽ ഒട്ടും കുറയാതെ, കാരണം വളരെ ഡെപ്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. വളരെ ഒരു 4ഓളം പ്രഭാഷണത്തിൽ അനിൽ കൊടിത്തോട്ടവും, ഒരു പ്രഭാഷണത്തിൽ മുജാഹിദ് ബാലുശ്ശേരിയുടെ മാതൃകാ പ്രവാചകൻ എന്ന തലക്കെട്ടിൽ നമ്മുടെ സാക്ഷാൽ സെബാസ്റ്റ്യൻ പുന്നക്കലും എല്ലാം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം, അതുപോലെ തന്നെ യുക്തിവാദികളും അതുപോലെ ക്രൈസ്തവരും അതുപോലെ മറ്റുള്ള സംഘീയ വിഭാഗത്തിൽപ്പെട്ടവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, അവർ 3 പേരും ഒറ്റക്കെട്ടാണ് എന്ന വസ്തുത നമ്മൾ അറിയണം. അവർ 3 പേരും എവിടെയോ രാഷ്ട്രീയത്തിൻ്റെ ഇടനായികകളിൽ, അല്ലെ ഇരുണ്ട ഇടനായികകളിൽ ഒന്നിച്ചു കൂടുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഒന്നിച്ച് തീരുമാനമെടുക്കുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ്. അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്നും അവർ തമ്മിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നും അവരെ ഒരേ സമയത്ത് നമ്മൾ ആക്രമിക്കുന്നു എന്നും ഒക്കെ നമുക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടൊന്നും തോൽക്കുന്നൊരു പ്രത്യയശാസ്ത്രമല്ല ഇസ്ലാം. അലദ്ദീനി കുല്ലിഹി, എല്ലാ ദർശനങ്ങളെയും അതിജയിക്കുന്ന ദൈവീകമായ മതമാണ് ഇസ്ലാം എന്നതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിനൊന്നും പരിങ്ങുന്നൊരവസ്ഥ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അടുത്ത ഭാഗം കൂടി കേൾക്കാം നമുക്ക്. സൈനബ് എന്ന തൻ്റെ മുറപ്പെണ്ണിനെ സയ്യിദ് എന്ന് പേരായിട്ടുള്ള തൻ്റെ അടിമയെക്കൊണ്ട് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വളർത്തുപുത്രനായി തീർന്ന സയ്യിദ് എന്ന അടിമ, ഖദീജയുടെ അടിമ, നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നു. അതിനും അള്ളാഹുവും റസൂലും ഒരുമിച്ച് തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിന് ശേഷം അവരുടെ വിവാഹബന്ധം പാളുന്നു. ചുരുക്കത്തിൽ ആ തീരുമാനത്തിൻ്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിനായ അള്ളാഹുവും അതുപോലെ മുഹമ്മദും എടുത്ത തീരുമാനം തെറ്റിപ്പോകുന്നു. ആ തീരുമാനത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഇവർ വിവാഹബന്ധം ഉപേക്ഷിക്കുന്നു. വിവാഹബന്ധം ഉപേക്ഷിച്ച സൈനബിനെ മുഹമ്മദ് വിവാഹം കഴിക്കുന്നു. ഇത് വളർത്തുമകനാണ്. ആ വിവാഹം കഴിക്കുന്നത് തെറ്റല്ലേ? അപ്പോൾ നമ്മുടെ ആദരണീയനായ അനിൽ കൊടിത്തോട്ടത്തിൻ്റെ ചോദ്യം എന്താണെന്ന് മനസ്സിലായല്ലോ. പ്രവാചക തിരുമേനിയുടെ അമ്മായിയുടെ മകളായിരുന്നു സൈനബ ബിൻത്ത് ജഹ്ഷ്, അതായിരുന്നു അവരുടെ പൂർണ്ണമായ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകളാണ്. അപ്പോൾ ആ അമ്മായിയുടെ മകളെ ദത്തുപുത്രനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ആ കല്യാണം കഴിപ്പിച്ചത് ആരാണ്? അതിന് താല്പര്യമെടുത്തത് ആരാണ്? മുഹമ്മദ് നബിയും അള്ളാഹുവുമാണ്. ആ കാര്യത്തിൽ അതിൻ്റെ മാസ്റ്റർ പ്ലാന് തയ്യാറാക്കിയത് എന്ന നിലയിലാണ് ഇദ്ദേഹത്തിൻ്റെ വിമർശനം. നമുക്ക് ആദ്യമായി ആ ഭാഗം ഒന്ന് ടച്ച് ചെയ്യാം. സൂറത്ത് അഹ്സാബ് ഞങ്ങൾക്ക് ഉദ്ധരിക്കുക ഒരു മടിയില്ല കേട്ടോ. നിങ്ങൾക്ക് വിജ്ഞാനമില്ലാതെ പോയത് ഞങ്ങളുടെ കുറ്റമല്ല. ഒരു വിജ്ഞാനമായി തിരിച്ചറിയാനുള്ള വകതിരിവില്ലായ്മ ഞങ്ങളുടെ കുഴപ്പമല്ല. നേരെ മറിച്ച് അല്പം ഉയർന്ന് ചിന്തിക്കുന്നവർക്ക്, കാര്യങ്ങളെ അപഗ്രഥിച്ച് പഠിക്കുന്നവർക്ക് വളരെ ലളിതമായി ഒന്നുകൂടി ഞാൻ പറയാം. ബൈബിൾ പഠിച്ചാൽ ഈ അധ്യായം ഒരിക്കലും വിമർശിക്കില്ല. ബൈബിൾ പഠിച്ച ഒരാൾ, ആധികാരികമായി വായിച്ച ഒരാൾ ഇതിനെപ്പറ്റി പറയില്ല. ഞാനിത് ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട്, ഒന്നുകൂടി പറയാം. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖീറത്തു മിൻ അംരി വമൻ യഹ്സില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ഇതാണ് ഖുർആനിൻ്റെ വചനം. അതായത് 33-ലെ 36. അള്ളാഹും അവൻ്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടാകാവതല്ല. അതായത് സൈനബിന് ഇഷ്ടമില്ല സയ്യിദിൻ്റെ കൂടെ ജീവിക്കാൻ. എന്തായിരുന്നു ഇഷ്ടമില്ലാത്തത്? അത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത്? സയ്യിദ് പുരുഷനില്ലാത്തത് കൊണ്ടാ? സയ്യിദിന് ദാമ്പത്യ ജീവിതം നയിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാ? അല്ല. സൈനബ് സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു. സയ്യിദാകട്ടെ ഉഖാദ ചന്തയിൽ നിന്ന് അടിമയായി ഖദീജ ബീവിക്ക് ലഭിച്ച ആളായിരുന്നു. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഖദീജ ബീവിക്ക് ലഭിച്ചിട്ടുള്ള അടിമയായ ഒരു പുരുഷനായിരുന്നു സയ്യിദ്.
സൗന്ദര്യമുണ്ടായിരുന്നില്ല, കറുത്ത തൊലിയുള്ള ആളായിരുന്നു, ഉന്നത കുലജാതനായിരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമാർക്കുണ്ട്? സെയ്ദിനുണ്ട്. എന്നാൽ സൈനബയാകട്ടെ ഉന്നത കുലജാതയായിരുന്നു, സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന വനിതയായിരുന്നു. പിന്നെ ഏറ്റവും കേളി കേട്ട ഖുറൈശി കുടുംബത്തിലെ സ്ത്രീയായിരുന്നു. സ്വാഭാവികമായും ജാഹിലിയ കാലഘട്ടം അനിൽ കൊടിത്തോട്ടത്തിന് അറിയാം. ജാഹിലിയത്ത് എന്താണെന്ന് നമ്മൾ നല്ല കറക്റ്റായിട്ട് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ജാഹിലിയ കാലഘട്ടത്തിൽ ഈ ചിന്ത ഉണ്ടായിരുന്നു, അധമ ചിന്തകളുണ്ടായിരുന്നു. ഞങ്ങൾ ഉന്നതന്മാർ, ഉന്നത കുലജാതന്മാർ, ഞങ്ങൾക്കൊരടിമയുമായി ദാമ്പത്യ ജീവിതം പങ്കുവെക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, പല ആളുകളെയും വിവാഹം കഴിക്കില്ല, അങ്ങനെ ചിന്തകളുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സമ്പ്രദായങ്ങളാണ്, എല്ലാ വിഭാഗത്തിലും പലപ്പോഴും ഉണ്ടാകുന്ന കാര്യമാണ്. ഇസ്ലാം വന്നത് എന്തിനാണ് ഇസ്ലാം വന്നത്? എല്ലാ ഉച്ചനീചത്വങ്ങൾക്കെതിരെയും ശബ്ദിക്കാനാണ്. ഞാൻ താങ്കൾക്കൊരു ഖുർആനിക വചനം പറഞ്ഞു തരാം. 7-ാം അധ്യായം സൂറത്ത് ആറാഫാണ്, 157-ാമത്തെ വചനം. അല്ലദീന യത്തബിയൂന റസൂലൻ നബിയൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീൽ യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് ത്വയ്യിബ വയുഹർരിമു അലൈഹിമുൽ ഖബായിസ വയളവു അൻഹും മിസ്റഹും വൽ അലാൽ ലത്തി കാനത്ത് അലൈഹിം എന്ന് തുടങ്ങുന്ന ഒരു ഖുർആനിക വചനമുണ്ട്. തൗറാത്തിലും ഇൻജീലിലും പേര് പറയപ്പെട്ട ഒരു പ്രവാചകൻ. എല്ലാ നന്മയും അദ്ദേഹം കൽപ്പിക്കുന്നു, എല്ലാ തിന്മയും അദ്ദേഹം വിരോധിക്കുന്നു. ചീത്തയായ കാര്യങ്ങളെ, പൗരോഹിത്യം നൂറ്റാണ്ടുകളായി അവർക്കിടയിൽ സന്നിവേശിപ്പിച്ച കാര്യങ്ങളെ അതിനെതിരെ ശബ്ദിക്കുന്നു. അപ്പം നമുക്കറിയാം, സതിസമ്പ്രദായം നിലനിന്നിരുന്നു. സതിസമ്പ്രദായം നിലനിൽക്കാനുള്ള കാരണം അഗ്രേ തദ് ഗച്ഛതി ഭവതി എന്ന ശ്ലോകത്തിന് അഗ്നേ തദ് ഗച്ഛതി ഭവതി എന്നാക്കി മാറ്റിയപ്പോൾ ഭർത്താവ് മരിച്ചാൽ ആ ചിതയിലേക്ക് സ്ത്രീ ചാടി മരിക്കണമെന്ന സ്ത്രീ വിരുദ്ധമായ, ഇനിയും തുടർന്ന് ജീവിക്കാനുള്ള അവരുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമായിരുന്നു. അതിനെതിരെ വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് രാജാറാം മോഹൻ റോയ് പരിഷ്കർത്താവായി രംഗത്ത് വരുന്നത്. ഭീകരമായ പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത് താങ്കൾക്കും അറിയാം. സ്വാഭാവികമായും ലോകത്ത് നിലനിൽക്കുന്ന പല തിന്മകൾക്കെതിരെയും ആ കാലഘട്ടത്തിലെ പരിഷ്കർത്താക്കൾ ശബ്ദിക്കും. മുഹമ്മദ് നബി അങ്ങനെയൊരു മനുഷ്യജീവിതത്തിൽ ഇടപെട്ട ഒരു പ്രവാചകനായിരുന്നു. അതുകൊണ്ട് തന്നെ സൈനബിൻ്റെ ഈ ചിന്തയുണ്ടല്ലോ, ഞാൻ കേമത്തിയാണെന്നും സുന്ദരിയാണെന്നും സെയ്ദ് കറുത്തവനാണെന്നും അടിമയാണെന്നും അതുകൊണ്ട് എനിക്ക് പറ്റില്ലെന്നും തീരുമാനിച്ചപ്പോൾ ആ ഉച്ചനീചത്വം ഇല്ല. ദൈവീക മതത്തിൽ അതില്ല, അത് പാടില്ല, അത് ശരിയല്ല. കാരണം എന്താണ്? ആദാമിൻ്റെയും ഹവ്വായുടെയും മക്കളാണ് ഇവരൊക്കെ. അതുകൊണ്ട് അത്തരമുള്ള അധമ ചിന്ത ഉണ്ടാകാൻ പാടില്ല. തദീഹ രമണീയാം ശരണേ ഹബ്യാശേ ഹയദേ രമണീയാം യോനി അപദ്യോരൻ ബ്രാഹ്മണയോനി വസുകരയോനി ചണ്ടാലയോനി. ചന്തോക്കുപനിഷത്തിലുള്ളതാണ്. ചതുർവർണ്യം മയാസിട്ടും ഗുണകർമ്മ വിഭാഗശേ എന്ന ചിന്തകളൊക്കെ ഭഗവത്ഗീത പോലെ വെച്ചതാണ്. അതുകൊണ്ട് താഴ്ന്ന ജാതിക്കാരനുമായി ബ്രാഹ്മണന് ആ നിലക്കുള്ള ബന്ധങ്ങൾ പാടില്ലായിരുന്നു, തിരിച്ചും പാടില്ലായിരുന്നു, പലർക്കും പാടില്ലായിരുന്നു. നേരെ മറിച്ച് ഇസ്ലാം ശക്തമായി ഇടപെടുകയാണ്. അത് മനസ്സിലാക്കണം. ഇസ്ലാം ഇടപെടുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കണം. അതിനാണ് അള്ളാഹു റസൂൽ എന്തിനാണ് നിർബന്ധിച്ചത് ഈ ചിന്ത ഉള്ളത് കൊണ്ട്. ഇത് നമുക്ക് പാടില്ല എന്ന് പഠിപ്പിക്കാൻ. കാരണം ഇനിയൊരു നബി വരാനില്ല, കാര്യസ്ഥൻ വരാനിരിക്കുന്നു എന്ന് ഈസാ നബി പറഞ്ഞ പ്രവാചകനാണിത്. അദ്ദേഹം സകല സത്യത്തിലും വഴി നടത്തേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ സകല തിന്മയെയും ഇല്ലായ്മ ചെയ്ത് എല്ലാവിധ സത്യങ്ങളും പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് അവർ തമ്മിലുള്ള വിവാഹം. പക്ഷേ സൈനബിൻ്റെ മനസ്സിൽ നിന്ന് സെയ്ദിനെക്കുറിച്ചുള്ള ഇത്തരം ചിന്തകൾ വിട്ടുപോയില്ല. അതിന് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, റസൂലുള്ളാഹിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ ഉച്ചനീചത്വത്തിനെ ശബ്ദിച്ചുകൊണ്ട് നല്ലൊരു നടപടി ശക്തമായി എടുത്തു. അതാണ് ഖുർആൻ അവിടെ 33-ാം അധ്യായത്തിലെ 36-ന്റെ അവസ്ഥ. അതാണ് ഞാൻ മുമ്പ് വിവരിച്ചിട്ടുണ്ട്, ദീർഘമായി പറയുന്നില്ല. പിന്നെയുള്ളത് എന്താണ്? ദത്തുപുത്രൻ എന്ന വിഷയമാണ്. നമുക്കതിൽ വളരെ ഗൗരവമായി ഈ കാര്യങ്ങൾ പറഞ്ഞു. അതിനിടയിൽ ഒരു ക്ലിപ്പ് കൂടി നിങ്ങൾ കേട്ടോളൂ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലെ പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു. മുഹമ്മദ് ധാർമ്മികത ചർച്ച ചെയ്തുകൊണ്ടാണ് കേട്ടോ. മുഹമ്മദ് തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ധാരാളം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു. അതിൽ കൊച്ചുകുട്ടിയായ ആയിഷ മുതൽ സൗദാ ബീബിയുമൊക്കെ ഉണ്ട്. പ്രായമായ നിരവധി പേരുണ്ട്, പല പ്രായത്തിലുള്ള ആളുകളുണ്ട്. അതിൽ അടിമ സ്ത്രീയുണ്ട്, പ്രഭു കുടുംബത്തിൽപ്പെട്ടവരുണ്ട്, അതിസാധാരണക്കാരുണ്ട്, സുഹൃത്തിൻ്റെ മകളുണ്ട്, ഇത്തരത്തിൽ മുറപ്പെണ്ണുണ്ട്, ഇതൊക്കെ ഉണ്ട്. തൻ്റെ ദത്തുപുത്രൻ്റെ പഴയ ഭാര്യയുണ്ട്, ഇതെല്ലാം തന്നെ ഉണ്ട്. ഇവരെയൊക്കെ വിവാഹം കഴിച്ചത്
അദ്ദേഹത്തിന് തോന്നിയ, അവരോട് തോന്നിയ ആദരവും ഒപ്പം തന്നെ അനാഥമാകുന്നു എന്നതിലുള്ള ചിന്തയും അവരുടെ നിലവാരത്തിലുള്ള ഒരാൾ അവരെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹവും അങ്ങനെ സ്ത്രീ പരിരക്ഷ ലക്ഷ്യമിട്ടുകൊണ്ട് വിധവകളായിത്തീർന്ന സ്ത്രീകളോടുള്ള അനുകമ്പ കൊണ്ടാണെന്ന് നിരന്തരം ദാവക്കാർ ഇങ്ങനെ വല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഖുർആൻ വായിച്ചിട്ട് ഒരിടത്ത് പോലും അനുകൊടുത്തോട്ട് അങ്ങനൊരു സൂചന കണ്ടില്ല. കണ്ട സൂചന ഇങ്ങനെയാണ്: നിനക്കൊരു വിഷമവും വരാതിരിക്കാനാണ് ഞാനിത് അനുവദിച്ചു തരുന്നത്. ഇതാണ് കണ്ടത്. ചുരുക്കത്തിൽ നബി ഇച്ഛിച്ചതെന്തോ അത് വൈദ്യൻ കൽപ്പിച്ചു, അല്ലെങ്കിൽ അത് അള്ളാഹു കൽപ്പിക്കുന്നു. നബിയുടെ താല്പര്യത്തിന് വേണ്ടിയാണ്. അല്ല എന്ന് തെളിയിക്കാൻ പ്രിയപ്പെട്ട അക്ബർ സാഹിബിനോ മുജാഹിദ് ബാലുശ്ശേരിക്കോ മുഹമ്മദ് ഈസയ്ക്കോ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ആയത്ത് തരാമോ? ഇതാണ് എൻ്റെ ഒരു വെല്ലുവിളി. ആദ്യമായി വളരെ വിശാലമായ ഒരു മേഖലയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഒന്ന്, നമ്മൾ സാധാരണ പറയാറുണ്ട്, അച്ഛൻ ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. ഒരുപാട് സ്ത്രീകളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരാളായിരുന്നു മുഹമ്മദ് നബി. അല്ലാതെ അവരോട് ദയ തോന്നിയത് കൊണ്ടോ കാരുണ്യം തോന്നിയത് കൊണ്ടോ താനെന്ന കുലീനനായ ഒരു വ്യക്തിയുടെ കൂടെ കുറച്ച് ഉയർന്ന നിലവാരത്തിൽ അവർ ജീവിക്കാൻ വേണ്ടിയാണോ? ഈ വക കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതൊന്നുമല്ല, അദ്ദേഹത്തിന് സ്ത്രീകളോട് ഭോഗിക്കാനുള്ള തൃഷ്ണയായിരുന്നു എന്നാണ് മലീമസമായ മനസ്സിൻ്റെ ഉടമകളെല്ലാം ഈ വിഷയത്തിൽ പറയാറുള്ളത്. അതിന് ഞാൻ ആദ്യമായി പറയുന്നത്, നബി സല്ലല്ലാഹു ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, പുതിയ നിയമവും പഴയ നിയമവും. ഈ നിയമത്തിന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളായി ഹദീസ് ഗ്രന്ഥങ്ങളില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത, അല്ലാഹുർ റസൂലും എന്താണോ പഠിപ്പിച്ചത് അതാണ്. അതുകൊണ്ടാണ് ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി. നിങ്ങളൊരു കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ അത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം എന്നാണ്. അഥവാ ഖുർആനിക വചനത്തിലുണ്ട് എങ്കിൽ അത് നിങ്ങൾ അംഗീകരിക്കണം. ഇനി അതിലില്ല എങ്കിൽ പ്രവാചക വചനത്തിലേക്ക് നോക്കണം. ഇസ്ലാമിൻ്റെ പ്രത്യേകത ഏതാണ്? ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല. അപ്പോൾ ഖുർആനിലും ഉണ്ടോ എന്നാണ് ചോദ്യം. എന്ത് അവരോടുള്ള ദയയായിരുന്നു, കാരുണ്യമായിരുന്നു എന്ന് അതിലുണ്ടോ എന്നാണ് ചോദ്യം. താങ്കൾ ഇതേ അധ്യായം 51 ഉദ്ധരിക്കുന്നുണ്ട്, 52 ഉദ്ധരിക്കുന്നുണ്ട്. താങ്കൾ ആ ഭാഗം ഒന്ന് വായിച്ചാൽ മതി. അവർക്ക് കൺകുളിർക്കാനും അവർക്ക് ഈ വിഷയത്തിൽ വിഷമമില്ലാതിരിക്കാനും സമാധാനമുണ്ടാകാനും ഏറ്റവും നല്ല പരിരക്ഷ അവർക്ക് ലഭിച്ചു എന്നാണ് ലോക ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഞാൻ പറയാം, റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അബൂ സുഫിയാൻ. ഈ അബൂ സുഫിയാന്റെ മകളെ റസൂലിൻ്റെ ജീവിതത്തിലെ 4ാമത്തെ ഭാര്യയായിട്ടെങ്ങാണ്ട് കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹം പറയുന്ന വളരെ മനോഹരമായൊരു വാക്കുണ്ട്: ഏറ്റവും നല്ല ഭർത്താവാകാൻ യോഗ്യനാണ് മുഹമ്മദി എന്ന് ആത്മാർത്ഥമായി ജീവിതത്തിൽ ഒരിക്കലും തൻ്റെ മകൾ എവിടെയോ ഒരു കാമഭ്രാന്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു എന്ന് ആരാണ് ഈ അബൂ സുഫിയാൻ എന്നറിയണം. നേഗസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നബിക്കെതിരെ പരാതി പറയാൻ പോയ ആളാണ്. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത ആളാണ് ഈ വ്യക്തി എന്ന് നേഗസ് രാജാവിനോട് തുറന്നു പറഞ്ഞ ആളാണ്. കാരണം നബിയുടെ സ്വഭാവം അടുത്തറിഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സുഫിയാന്റെ മകളെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് ഏറ്റവും നല്ല ഭർത്താവ്, വരനാകാൻ ഏറ്റവും യോഗ്യനായ ആള്, ഈ കാമഭ്രാന്തൻ എൻ്റെ മോളെയും കെട്ടിയോ എന്നല്ല അനിൽ കൊടിത്തോട്ടം അവരാരും ചോദിച്ചത്. 1400 വർഷം കഴിഞ്ഞ് ഇങ്ങിപ്പുറത്ത് ഇസ്ലാമിനോട് വൈരം വെച്ച്, പ്രവാചകനോട് വൈരം വെച്ച് ജീവിക്കുന്ന താങ്കൾ ഈ ജാതി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പേടിയില്ല. ഞങ്ങൾ ആ വിഷയം വിവരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ മതി. അതിനാണ് ഞാൻ ചില കാര്യങ്ങൾ കൃത്യമായി പറയുന്നത്. ഒന്ന്, ദത്തുപുത്രൻ്റെ മകളെ വിവാഹം കഴിക്കൽ തെറ്റല്ലേ എന്നാണ് ചോദ്യം. നമുക്ക് ആ കാര്യത്തിലോട്ട് വരാം. അതിനു മുമ്പായി അനേക ഭാര്യമാർ, അതായത് സാധാരണക്കാരെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അതുപോലെ സമ്പന്നന്മാരായ ആളുകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, പ്രായം കുറഞ്ഞവരെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അടിമ സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം തന്നെ വിവരമുള്ളവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നാണ്. വിവാഹത്തിലൂടെ ലൈംഗിക ബന്ധം എന്നതാണ് ലോകത്ത് ഇന്നോളം അംഗീകരിക്കപ്പെട്ട മതനിയമം, മതത്തിൻ്റെ നിയമം. വിവാഹം തന്നെ വേണ്ട എന്ന് പറയുന്നവരാണ് ആര്? യുക്തിവാദികളും നിരീശ്വരവാദികളും. അണ്ടർ CC ബൈക്കും അതിലൊരു പൂജാവെട്ടും വേണം, പാറി നടക്കും പറവകളൊന്നും വേളി കഴിച്ചിട്ടില്ല, പറവകൾ വേളി കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കല്യാണം വേണ്ട എന്നാണ് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികന്മാരൊക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ അതാണ്. ബട്ടൺ റസലിനെ പോലെയുള്ളവർ വിളിച്ചു പറഞ്ഞ അതാണ്. സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലെയുള്ളവർ വിളിച്ചു പറഞ്ഞാൽ ഏറെക്കുറെ അവരുടെ ഒരു നിലവാരത്തിലേക്ക്
ഒരു മതവിശ്വാസിയായി നിങ്ങളൊക്കെ നിലവാരമില്ലാത്തവരായി പോയതിൽ അതീവ ദുഃഖം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇനി അനേക സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചത് കാമ ആസക്തി കൊണ്ടാണ്, ലൈംഗിക ദാഹം കൊണ്ടാണ്, ഒരു വല്ലാത്ത ലൈംഗിക ദാഹിയായിരുന്നു എന്നാണ് പറയുന്നതെങ്കിൽ ഇതൊക്കെ ബൈബിളിലുമുണ്ടല്ലോ. ബൈബിൾ അവതരിപ്പിച്ച ദൈവം ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. നമുക്ക് ആ ഭാഗത്ത് വന്നുകൊണ്ട് ദത്തുപുത്രന്റെ വിഷയത്തിലേക്ക് കടക്കാം. ഇതിൽ നമുക്ക് ഒരാളെയും കൂടെ ഉദ്ധരിക്കാനുണ്ട്. അത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, കേരളത്തിന്റെ ചരിത്രത്തിൽ ക്രൈസ്തവർക്കിടയിൽ ഇത്ര നീചമായി മതത്തെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയില്ല. അത് നമ്മുടെ സാക്ഷാൽ സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പ് എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെതും നമുക്കിവിടെ കേൾക്കേണ്ടതുണ്ട്, നമുക്ക് ചില കാര്യങ്ങളിൽ കടന്നു പോകേണ്ടതുണ്ട്. ഞാൻ അതിന് മുമ്പായി ബൈബിളിൽ നിന്ന് ഈ ഭാഗം നിങ്ങൾ എപ്പോഴും ഉറങ്ങുന്ന ഉറക്കത്ത് പോലും ഞെട്ടി എഴുന്നേറ്റ് വായിക്കേണ്ട ഭാഗമാണ്. ദാവീദിന്റെ കഥ പറയുന്നിടത്ത് അദ്ദേഹം വ്യഭിചരിച്ചോ ഇല്ലേ, ശിക്ഷ നടപ്പാക്കിയില്ലേ എന്നൊന്നല്ല കേട്ടോ പറയുന്നത്. ദാവീദിന് അനേക ഭാര്യമാരുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? ഇത് കേൾക്കുന്നവർ ഈ ഭാഗം വായിച്ചിട്ടൊന്ന് മറുപടി പറയണം കേട്ടോ. അതോടൊപ്പം ഞാൻ മറന്നുപോകും, അതുകൊണ്ടാണ് പറയുന്നത്, വലിയ വിഷയങ്ങളായതുകൊണ്ട്. ദത്തുപുത്രനെ കുറിച്ച് പുതിയ നിയമം എന്ത് പറയുന്നു? ദത്തുപുത്രൻ എന്ന കാര്യം ഒരാൾക്ക് ദത്തെടുക്കാമോ? എങ്കിൽ ആ ദത്തുപുത്രനെ സ്വന്തം പുത്രന്മാരെ പോലെ കാണാമോ? സ്വന്തം പുത്രന്മാർക്ക് നൽകുന്ന പോലെ സ്വത്തവകാശം നൽകാമോ? സ്വന്തം പുത്രന്മാർക്ക് എന്തൊക്കെ പരിഗണനകളാണോ സാധാരണയായി നൽകേണ്ടത് അതൊക്കെ ദത്തുപുത്രന് നൽകാമോ? ദത്തുപുത്രൻ കല്യാണം കഴിച്ചാൽ അവളെ കല്യാണം കഴിക്കാമോ? പുതിയ നിയമത്തിൽ നിന്ന് വായിക്കണം കേട്ടോ. നിങ്ങൾ രണ്ടുപേരും പുതിയ നിയമത്തിൽ നിന്നൊന്ന് വായിക്കണം. നിങ്ങൾ പോലും അവലംബിക്കുന്നത് ദാമ്പത്യ ജീവിതം, കുടുംബം, അതുപോലെയുള്ള വൈവാഹിക കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നത് ഹലാക്ക എന്ന് പറയുന്ന, അതായത് ഇസ്ലാമിക ശരിയ എന്ന് പറയുന്ന പോലെ ജൂത റബ്ബിമാരുടെ സൈറ്റിൽ കയറിയാൽ കാണാം. ആ ഹലാക്കയുടെ നിയമം എന്താ അതും ഞാൻ പറയുന്നുണ്ട്. അതിനിടയിൽ ഞാൻ നിങ്ങൾക്ക് ചില ഭാഗങ്ങൾ വായിച്ചു തരാം. അതായത് അച്ഛൻ ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. മുഹമ്മദ് ഇച്ഛിച്ചത് നടപ്പാക്കി കൊടുക്കുന്ന വൈദ്യനാണ് അള്ളാഹു എന്ന് പറഞ്ഞല്ലോ. ദാവീദ് പ്രവാചകൻ അദ്ദേഹത്തെ ഹൃദയശുദ്ധിയുള്ളവനായി കണ്ടു. അദ്ദേഹത്തെ ഹൃദയശുദ്ധിയുള്ളവനായി കണ്ടു. ശാമുവേലിന്റെ 1-ാം അധ്യായവും 2-ാം അധ്യായവും മനസ്സിരുത്തി വായിച്ചാൽ കാണാം. അതായത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ 8 മക്കളിൽ ഏറ്റവും ഹൃദയശുദ്ധിയുള്ളവനായിട്ട്, ഹൃദയത്തിനുള്ളിലുള്ളത് അറിയുന്നത് ദൈവമാണല്ലോ, ആ ഹൃദയത്തിൽ എന്താ ഉള്ളത് എന്നറിയുന്നത് ആ ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്ത ദാവീദ്. ആ ദാവീദിനെ ഇഷ്ടത്തിനൊത്ത് ഭാര്യമാരെ കൊടുത്തിരുന്നോ? ആഗ്രഹിക്കുന്ന എത്രയും തരാമെന്ന് പറഞ്ഞിരുന്നോ? അവിടെയാണ് എൻ്റെ ചോദ്യം. ഇതിന് നിങ്ങൾ എന്തുത്തരം പറയും? അതിനെ നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുത്ത് എന്ന് പറയുന്ന ചില ഭാഗമാണ്. അയാൾ ദാവീദിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, ഒരു നഗരത്തിൽ 2 ആളുകൾ ഉണ്ടായിരുന്നു. ഒരുവൻ ധനവാൻ, അത് ദാവൂദ് നബിയെ കുറിച്ചാണ് പറയുന്നത്. ആ ബരൻ ദരിദ്രൻ, മനസ്സിലാക്കുക. എന്നിട്ട് ധനവാന് ധാരാളം ആടുമാടുകൾ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ദാവീദിന് അനേക ഭാര്യമാരുണ്ട്. ഇവിടെ ഏതാനും ഭാര്യമാരെന്നല്ല, ധാരാളം ഭാര്യമാർ. ബൈബിളിനെയാണ് ഞാൻ ഉദ്ധരിക്കുന്നത്, 3-ാമത്തെ വചനമാണ്. ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. അയാൾക്കാകട്ടെ ഹൂറിയാവിന് ഒറ്റ ഭാര്യയെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭാര്യയെ അദ്ദേഹം ഭോഗിച്ചതിനെ കുറിച്ചാണ്, വ്യഭിചരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്ന വാചകങ്ങൾ നമ്മൾ വളരെ ഗൗരവമായി വായിക്കേണ്ട വാചകങ്ങളാണ്. നാഥാൻ ദാവീദിനോട് പറഞ്ഞു, ആ മനുഷ്യൻ താങ്കളാണ്. ആ ഉദാഹരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. ആ ഉദാഹരണത്തിൽ പറയുന്ന കുറ്റക്കാരൻ താങ്കളാണ്. അഥവാ ഇവിടെ ധനവാൻ എന്ന് പറയുന്നത് ദാവീദേ താങ്കളാണ്, താങ്കൾ കുറ്റക്കാരനാണ്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു. സാക്ഷാൽ പുതിയ നിയമവും പഴയ നിയമവും അവതരിപ്പിച്ച പ്രപഞ്ചത്തിന്റെ നാഥൻ, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകിച്ചല്ലോ. ഹൃദയശുദ്ധിയുള്ളത് കൊണ്ട്. ദൈവത്തിനാണല്ലോ ഒരു മനുഷ്യനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുക. അങ്ങനെ ഹൃദയശുദ്ധിയുള്ള ദാവീദിനെ ഞാൻ തിരഞ്ഞെടുത്തല്ലോ. നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചല്ലോ. ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഭവനം നൽകിയല്ലോ. നിന്റെ യജമാനന്റെ ഭാര്യമാരെ നിന്റെ വക്ഷസിൽ ഞാൻ എത്തിച്ചല്ലോ. ഇസ്രായേൽ ഭവനവും യഹൂദ ഭവനവും നിനക്ക് നൽകിയല്ലോ. ഇത് നന്നേ കുറവായിരുന്നെങ്കിൽ അനേക ഭാര്യമാരെ കൊടുത്തു. ഇത് നന്നേ കുറവായിരുന്നെങ്കിൽ കൂടുതൽ ഞാൻ നിനക്ക് നൽകുമായിരുന്നല്ലോ. അച്ഛൻ ഇച്ഛിച്ചതിന് വൈദ്യൻ കൽപ്പിക്കുകയാണോ? ആണോ? പറയുക, നിങ്ങൾ ഉത്തരം പറയുക. ആണോ? ദാവീദിന്റെ ഇഷ്ടത്തിനൊത്ത് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കൊണ്ടുപോയി കൊടുത്തു എന്നാ, ഞാൻ നിനക്ക് കൊണ്ടുവന്ന് തന്നു എന്നാണ്. അങ്ങനെ കൊണ്ടു കൊടുക്കുന്ന ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്?
ഞങ്ങളിത് ഉദ്ധരിക്കില്ല. കാരണം ഞങ്ങൾക്ക് എന്താണ് ബൈബിൾ എന്നറിയാം, ഞങ്ങൾക്ക് എന്താണ് ഖുർആൻ എന്നറിയാം, പ്രവാചകന്മാരാരാണെന്നറിയാം, ദൈവമാരാണെന്നറിയാം, ദൈവത്തിൻ്റെ സ്ഥാനം എന്താണെന്നറിയാം. ഇതൊന്നും നിങ്ങൾക്കറിയില്ല. ഈ വിഷയം നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇനിയോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്നുകൂടി ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധേയമായ വാചകമാണ്. ഞാൻ നിനക്ക് ഇസ്രായേൽ ഭവനവും യഹൂദ ഭവനവും നിനക്ക് നൽകി, ഇത് നന്നേ കുറവാണെങ്കിൽ കൂടുതൽ ഞാൻ നിനക്ക് നൽകുമായിരുന്നു. സ്ത്രീകളെ എന്തിനാണ്? പാടത്ത് പണിയെടുക്കാനല്ല, അല്ല. പിന്നെ എന്തിനാണ്? മുറ്റടിച്ചു വരാനാ? അല്ല. ബിരിയാണി വെച്ചു കൊടുക്കാനാ? അല്ല. കിടപ്പറയിൽ ശയിക്കാനാണ്. അതിന് ഞാൻ നിനക്ക് ഇഷ്ടം പോലെ തരും. ഇതിനെപ്പറ്റി എന്ത് പറയുന്നു? ഈ ദൈവത്തെക്കുറിച്ച് എന്ത് പറയുന്നു? മൊറാലിറ്റി ഉള്ള ആളാണെന്നാണോ? ആണെങ്കിൽ ദൈവം തീരുമാനിക്കുന്നത് ശരിയാണെങ്കിൽ അതാണ് അടുത്ത വാചകം. അതിൽ പറയുന്നത് അറിയോ? നീ എന്തിന് കർത്താവിൻ്റെ വാക്കിനെ നിന്ദിച്ച് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ, നോക്കൂ, കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് ചെയ്തു. അപ്പോൾ ഒരു കാര്യം തിന്മയാകേണ്ടത് കർത്താവിൻ്റെ ദൃഷ്ടിയിലാണ്, ഒരു കാര്യം നന്മയാകേണ്ടത് കർത്താവിൻ്റെ ദൃഷ്ടിയിലാണ്. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അനേക ഭാര്യമാരുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. പക്ഷെ വിവാഹ നിയമപ്രകാരമായിരിക്കണം. മറ്റൊരുത്തൻ്റെ ഭാര്യയാകരുത്. ഊറിയാവിൻ്റെ ഭാര്യ അത് മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്. ആ ഭാര്യയെ കൊണ്ടുവന്ന് ഭോഗിക്കുകയാണ്. ഇതാണ് വിഷയം. ഇത് ബൈബിളിലുണ്ടല്ലോ. നിങ്ങൾ എന്തുത്തരം പറയും? ഇവിടെ ദൈവം അനുവദിച്ചത് നന്മ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് തിന്മ. ഈ പോയിന്റ് ഉൾക്കൊണ്ടോ? അള്ളാഹുവിൻ്റെ മുമ്പിൽ തിന്മയായത് തിന്മയാണ്. അതാണ് റസൂൽ നടപ്പാക്കുക, അതാണ് പ്രവാചകന്മാർ നടപ്പാക്കുക. നമ്മൾ ആലോചിക്കണം. മറ്റൊരു കാര്യം കൂടി ഇതിലുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ദാവൂദ് ചെയ്ത തെറ്റിന് അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ പരസ്യമായി മറ്റുള്ളവരെ കൊണ്ട് വ്യഭിചരിപ്പിക്കുന്ന പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം. ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ അയൽക്കാരന് നൽകും, പട്ടാപ്പകൽ തന്നെ അയാൾ നിന്റെ ഭാര്യയോടൊപ്പം ശയിക്കും. നീ ഇതുതന്നെയാണല്ലോ രഹസ്യത്തിൽ ചെയ്തത്. സകല ഇസ്രായേലുകാരുടെയും മുമ്പിൽ വെച്ച് സൂര്യപ്രകാശത്തിൽ ഞാൻ ഇത് ചെയ്യും. ദാവൂദ് നബിയുടെ ഭാര്യമാരെ മുഴുവനും സൂര്യപ്രകാശത്തിൽ പട്ടാപ്പകല് പരസ്യമായി ഭോഗിക്കാൻ കൊടുക്കുന്നു. അവർ തെറ്റ് ചെയ്തിട്ടില്ല. ആ തെറ്റ് ചെയ്യാത്തവരെ വ്യഭിചരിക്കാൻ ദൈവം കൊടുക്കും. ഈ ബൈബിളിലെ ദൈവത്തെക്കുറിച്ചൊന്ന് വിവരിക്കൂ അടുത്ത വിവരണത്തിൽ. ഈ പോയിന്റ് നിങ്ങൾ മറന്നു പോകരുത്. ശ്രോതാക്കളെ, നിങ്ങളും മറക്കരുത് കേട്ടോ. ആ ആളുകളാണ് ചോദിക്കുന്നത് ഖുർആനിൽ ഇതില്ലേ എന്ന്. ഖുർആനിൽ എന്താ ഉള്ളത്? ഇസ്ലാമിനെ പറ്റി പഠിക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. ദൈവം മതമായി നിശ്ചയിച്ച ഒന്ന്, അത് ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. വിശുദ്ധ ഖുർആൻ 42-ാം അധ്യായം 21-ാമത്തെ വചനം. അത് തന്നെയാണ് മഹാനായ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം, യേശു ക്രിസ്തു ജനങ്ങളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ആ ഭാഗത്തിലേക്ക് വരാം. ഈസാ നബി ജനങ്ങളെ പഠിപ്പിക്കുന്നത് എന്താ? എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, കേൾക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. അതിനാൽ എൻ്റെ വിധി നീതിയുക്തമാണ്. ഇതാണ് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 30-31 വാചകം. അതാണ്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അത് നടപ്പാക്കുന്നതിന്റെ പേരാണ് മതം. ഇനി നോക്കൂ, യേശു ക്രിസ്തു യഹൂദ ദേവാലയത്തിൽ കയറി അവിടുന്ന് പ്രസംഗിച്ചു. യേശു ദേവാലയത്തിൽ കയറി പഠിപ്പിച്ചു. യഹൂദർ ഇതിൽ ആശ്ചര്യപ്പെട്ടു. ഈ മനുഷ്യന് ഒന്നും പഠിക്കാത്ത ആളായിരുന്നല്ലോ, എന്തെല്ലാം അറിവുകളാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തെ അദ്ദേഹം പൂർണ്ണമായി അംഗീകരിക്കുന്നു. യേശു അവർക്ക് മറുപടി കൊടുക്കുകയാണ്, എൻ്റെ പ്രബോധനം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതാണ്. അവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവനെ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ എൻ്റെ സ്വന്തമോ എന്ന് മനസ്സിലാക്കാം. ഇവിടെയാണ് ഞാനൊരു ഖുർആനിക വചനം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. എൻ്റെ സ്വന്തമോ എന്ന് മനസ്സിലാക്കാം. സ്വമേധയാ സംസാരിക്കുന്നവർ തൻ്റെ മഹത്വം അന്വേഷിക്കുന്നു. തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്, അവനിൽ നീതികേടില്ല. അപ്പൊ ദൈവം പറഞ്ഞത് അനുസരിക്കാനാണ് പ്രവാചകന്മാർ. ഇത് പറയുമ്പോൾ ഖുർആനിൽ നിന്ന് ഒരു വചനം, ഗൗരവമായ ഒരു വചനം, യേശു ക്രിസ്തു പറയുന്ന ഇതേ വാചകത്തോട് കൃത്യമായി യോജിച്ചു വരുന്നൊരു വചനം 10-ാം അധ്യായത്തിൻ്റെ സൂറത്ത് യൂനിസിലെ 15-ാമത്തെ വാചകത്തിൽ നമ്മൾ വായിക്കുന്നു. ഞാൻ ആ ഭാഗം വായിച്ച് കേൾപ്പിക്കാം. അനിൽ കൊടിത്തോട്ടത്തെ പോലെയുള്ളവർക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാൻ, കാരണം എന്നെ പഠിപ്പിച്ചു തരൂ എന്നാണ്. വൈദാ തുത്ലാ അലൈഹി ആയാതുനാ ബയ്യിനാത്തിൻ ഖാലല്ലദീന ലാ യർജൂന ലിഖാഅനാ. എന്താ പറയുന്നതെന്നറിയോ? നമ്മുടെ സ്പഷ്ടമായ തെളിവുകൾ അവർക്ക് വായിച്ച് കൽപ്പിക്കപ്പെടുമ്പോൾ നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവർ പറയും, നീ ഇതല്ലാത്ത ഒരു ഖുർആൻ കൊണ്ടുവരികയോ ഇതിന് ഭേദഗതി വരുത്തുകയോ ചെയ്യുക.
നബിയെ പറയുക, എൻ്റെ സ്വന്തം വകയായി ഞാനത് ഭേദഗതി ചെയ്യുവാൻ എനിക്ക് പാടുള്ളതല്ല. എനിക്ക് ബോധനം നൽകപ്പെടുന്നതിനെ പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. തീർച്ചയായും എൻ്റെ രക്ഷിതാവിനെ ഞാൻ ധിക്കരിക്കുന്ന പക്ഷം ഭയങ്കരമായൊരു ദിവസത്തെ ശിക്ഷ ഞാൻ പേടിക്കുന്നു. ഇതേ വാചകം യേശുക്രിസ്തു എത്ര സ്ഥലത്താണ് പറയുന്നത്? നിങ്ങൾ നോക്കൂ, എത്ര സ്ഥലത്താണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്? യേശു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നു. എനിക്ക് സ്വന്തമായൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കേൾക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. അതിനാൽ എൻ്റെ വിധി നീതിയുക്തമാണ് എന്ന് എത്ര കൃത്യമായിട്ടാണ് യോഹന്നാന്റെ 5:30-31 പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. തീർന്നില്ല, മറ്റൊരു വാചകം കൂടെ ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാനിൻ്റെ 8-ാം അധ്യായം 40 മുതൽ 43 വരെ, ദൈവമായിരുന്നു നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നിരിക്കുന്നു. ഞാൻ സ്വമേധയാ വന്നവനല്ല, അവൻ എന്നെ അയച്ചവനാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? വളരെ കൃത്യമാണ്. ബൈബിൾ പറയുന്നത്, ഖുർആൻ പറയുന്നതും ഒരേ കാര്യമാണ്. ദൈവമാണ് മതം തീരുമാനിക്കുക. നമ്മൾ അത് തെറ്റല്ലേ എന്ന് കൊടിത്തോട്ടം ചോദിക്കുന്നു. ദത്തുപുത്രന്റെ കല്യാണം കഴിക്കൽ തെറ്റല്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ആരുടെ വീക്ഷണത്തിലാണ് തെറ്റ്? യേശുവിൻ്റെ വീക്ഷണത്തിലാണോ? ബൈബിളിൻ്റെ വീക്ഷണത്തിലാണോ? ഇന്ത്യൻ പീനൽ കോഡിൻ്റെ വീക്ഷണത്തിലാണോ? അങ്ങയുടെ ബുദ്ധിയുടെ വീക്ഷണത്തിലാണോ? ഏതിൻ്റെ പേരിലാണ് അത് തെറ്റല്ലേ എന്നങ്ങ് ചോദിക്കുന്നത്? ഇവിടെ ദൈവം അത് അനുവദനീയമാക്കുന്നു. പിന്നെ മതവിശ്വാസികൾക്ക് ചോദ്യമുണ്ടോ? അങ്ങ് യുക്തിവാദിയാണോ? അങ്ങും സെബാസ്റ്റ്യനും നിരീശ്വരവാദിയായിട്ടാണ് പലപ്പോഴും ജീവിക്കുന്നത്. നിങ്ങൾക്ക് ദൈവവിശ്വാസമല്ല, നിങ്ങൾ യേശുക്രിസ്തുവിനെ നിന്ദിച്ചവരാണ്. ഞാൻ തെളിയിക്കും അത്. യേശുക്രിസ്തുവിനെ ഏറ്റവും നിന്ദിച്ച കേരളത്തിലെ 2 ക്രിസ്തീയ പുരോഹിതന്മാരാണ് നിങ്ങളെന്ന് ഞാൻ തെളിയിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം ആയുസിട്ട ഇൻഷാ അല്ലാഹ് ഞാനത് തെളിയിച്ചിരിക്കും. ബുദ്ധിയുള്ള എല്ലാവർക്കും അത് ബോധ്യപ്പെടുകയും ചെയ്യും. അവർ നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ തരംതാ എന്ന ചോദ്യത്തിന് മെനക്കെടല്ലേ. ഏറ്റവും ചുരുങ്ങിയ നിങ്ങൾ ബൈബിൾ വായിച്ചതിന് ശേഷം ഖുർആൻ വായിക്ക്. അപ്പം നിങ്ങളിത് ചോദിക്കില്ല. ഞാൻ ഈ പറഞ്ഞ അധ്യായങ്ങൾ വായിച്ച ഒരാളും ഈ ചോദ്യം ഇസ്ലാമിന് നേരെ ഉന്നയിക്കില്ല. ദൈവത്തെ കൂട്ടിക്കൊടുപ്പുകാരനെന്ന് പറയില്ല. അടുത്ത ക്ലിപ്പ് ഒന്ന് കേട്ടോളൂ. ഇനിയിപ്പോ നാട്ടുകാരെ മുഹമ്മദിനെതിരാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ കൊണ്ട് ആയത്തിറക്കിക്കണം. അള്ളാഹുവിന് എന്തിനും റെഡിയാണല്ലോ. ആരെ വേണമെങ്കിലും സെറ്റപ്പ് എടുക്കാൻ പുള്ളിക്കാരൻ റെഡിയാണ്. അള്ളാഹു നേരെ ആയത്തിറക്കി. ആലോചിച്ച് നോക്കൂ. ഈ നീചൻ, ഈ മനഃശുദ്ധിയില്ലാത്തവൻ, ഈ മാന്യതയില്ലാത്തവൻ അള്ളാഹുവിനെ പറ്റി പിമ്പ് എന്നാണ് പറഞ്ഞത്. കൂട്ടിക്കൊടുപ്പുകാരൻ. ആരെയും സെറ്റപ്പാക്കി കൊടുക്കാൻ അള്ളാഹു ആയത്തിറക്കി എന്നാണ്. ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ ക്രൈസ്തവരോട്, എന്നെ കേൾക്കുന്ന ക്രൈസ്തവരോട്, നിങ്ങൾ ബൈബിൾ വലിച്ചെറിയുന്നുണ്ടോ? അറബിക്കടലിലേക്ക് ബൈബിൾ വലിച്ചെറിയുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ഇവർ 2 പേരും ക്രൈസ്തവ കേരളത്തിന് അപമാനമാണ്. ഇത് തിരിച്ചറിഞ്ഞ ഒരാളെന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയുന്നു, ഇവരെ നിങ്ങൾ കയ്യൊയ്യാത്ത കാലത്തോളം നിങ്ങൾക്ക് അപമാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ദാവൂദിനോട് എന്താ ചോദിക്കുന്നത്? അത് നിനക്ക് നന്നേ കുറവായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ ഞാൻ സെറ്റപ്പ് ചെയ്ത് തരികയായിരുന്നല്ലോ. ആലോചിക്കണം. 2 ശാമുവേൽ 12-ാം അധ്യായം 7 മുതൽ താഴോട്ടുള്ള വാചകങ്ങളിൽ ബൈബിളിൽ, ഇത് അള്ളാഹു അറബി ഗോത്ര ദൈവമാണല്ലോ, ബൈബിളിലെ ദൈവം എന്താ പറയുന്നത്? ഇത്രയേറെ ഭാര്യമാരെ ഞാൻ നിനക്ക് തന്നു, എന്തിന് നീ ഊറിയാവിൻ്റെ കൊളക്കടവിൽ കുളിച്ച പെണ്ണിനെ പിടിച്ചുകൊണ്ടൊന്ന് ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി? ചോദിക്കാൻ. അത് എൻ്റെ ദൃഷ്ടിയിൽ പാപമാണല്ലോ. എൻ്റെ ദൃഷ്ടിയിൽ പാപമല്ലാത്ത, ഞാൻ അനുവദിച്ച അനേകം സ്ത്രീകളെ ഞാൻ നിനക്ക് തന്നു. ഇത്രയേറെ പെണ്ണുങ്ങളെ കിട്ടിയിട്ടും അത് കുറവാണ് എന്ന് ഞാൻ ഹൃദയശുദ്ധി ഏറ്റവും കൂടുതൽ ദർശിച്ച നിനക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ തരുമായിരുന്നല്ലോ. എത്ര വേണേം തരുമായിരുന്നല്ലേ? എന്തോ ഒരു സെറ്റപ്പ് ആക്കി കൊടുക്കലാണല്ലേ സബാസ്റ്റ്യ. അറിവില്ലാത്തവനെ, വിവേകമില്ലാത്തവനെ, ബൈബിൾ പോലും പഠിക്കാത്തവനെ, താർക്കിക, നീ പറ എന്താണ് ഈ പറയുന്നത്? ആലോചിച്ച് നോക്കണം. എന്താ ബൈബിളിലെ ദൈവം പറയുന്നത്? ദാവീദേ, കൊട്ടക്കണക്കിന് പെണ്ണുങ്ങളെ നിനക്ക് കിടപ്പറയിൽ കൊണ്ടുവരാൻ ഞാൻ തന്നു, ഞാൻ അനുവദിച്ചതാണ്. എൻ്റെ കണ്ണിൽ അത് തെറ്റല്ല. ഇനി അത് നന്നേ കുറവാണെങ്കിൽ എത്ര പെണ്ണുങ്ങളെയും നിനക്ക് അറേഞ്ച്മെന്റ് ചെയ്തു തരാൻ, സെറ്റപ്പ് ആക്കി തരാൻ ഞാൻ റെഡി ആയിരുന്നല്ലോ, എന്നിട്ടും നീ ഇത് ചെയ്തല്ലോ എന്ന് ചോദിക്കുന്നു. അതിനെപ്പറ്റി പറയണം, നിങ്ങൾ 2 പേരും പറയണം കേട്ടോ. അനാഥരെ ദത്തെടുത്ത് സ്വന്തം മക്കളാക്കി വളർത്തുന്ന നന്മ നിരോധിച്ചത്. അതായത് അന്നത്തെ കാലം വരെ, അതായത് മുഹമ്മദിന്റെ കാലഘട്ടം വരെ
ഒരു അനാഥ പയ്യൻ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഒരു ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ ദത്തെടുത്ത് സ്വന്തം മകനെ പോലെ ചേർത്ത് സ്വന്തം മകനായിട്ട് വളർത്തുക. ആ മകൻ ആ ദത്ത് പിതാവിൻ്റെ പേരിൽ അറിയപ്പെടുക. അതായത് ഉദാഹരണത്തിന് സയ്യിദ് എന്ന് പറയുന്ന ആ ഒരു യുവാവ് സയ്യിദ് ബിൻ മുഹമ്മദ് എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. മുഹമ്മദിന്റെ പുത്രനായ സയ്യിദ് എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. കാര്യം അന്നത്തെ ഖുറൈശികളുടെ മഹത്തായ നിയമം അനുസരിച്ചിട്ട്, അതായത് അവരുടെ എല്ലാ നിയമങ്ങളും മഹത്തരമെന്നല്ല പറയുന്നത്, ആ നിയമം ഡെഫിനറ്റ് ആയിട്ട് ഖുറൈശികളുടെ ആ സാമൂഹ്യ നിയമം മഹത്തരമായൊരു നിയമമായിരുന്നു. ആ നിയമം അനുസരിച്ചിട്ട് ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ, ഒരു അനാഥനെയോ മറ്റാരെങ്കിലും നമ്മൾ ദത്തെടുത്ത് സ്വന്തം മകനായി വളർത്തിയാൽ അവൻ സ്വന്തം പുത്രനായിട്ട്, അതായത് സ്വന്തം ചോരയിൽ പിറന്ന പുത്രനെ പോലെ കാണണം, അവൻ മുഹമ്മദിന്റെ മകനായിട്ട് അറിയപ്പെടും. ഇത്തരത്തിലുള്ള നിയമം ഉണ്ടായിരുന്ന മനോഹരമായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആ നിയമം മാറ്റി ദത്തെടുത്ത മക്കളെ, വളർത്തുപുത്രിമാരെ സ്വന്തം മക്കളായി കാണാൻ പാടില്ല എന്ന പ്രാകൃതമായ ഒരു നിയമം കൊണ്ടുവന്നു. ആരാണ് ആ സാമൂഹിക പരിഷ്കർത്താവ്? ഒരു നല്ല മഹത്തരമായ ഒരു നിയമം മാറ്റിയിട്ട് ഒരു പ്രാകൃത മൃഗീയ നിയമം കൊണ്ടുവന്ന ആ സാമൂഹിക പരിഷ്കർത്താവിന്റെ പേരാണ് മുഹമ്മദ് ബിൻ അബ്ദുള്ള. എങ്ങനെയുണ്ട്? നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ എന്ത് വിചാരിക്കും? ഭയങ്കരമായ ഒരു വിജ്ഞാനം വിളമ്പുകയാണെന്നല്ലേ നിങ്ങൾക്ക് തോന്നിയത്? ഏറ്റവും വിവരം കുറഞ്ഞവർക്കേ സബാസ്റ്റ്യൻ ഉൾക്കൊള്ളാൻ കഴിയൂ. കാരണം സബാസ്റ്റ്യൻ്റെ വിജ്ഞാനമാണെന്ന് തോന്നുകാർക്കറിയോ? ലോകത്തൊരു വിജ്ഞാനവും ഇല്ലാത്തവർക്ക് ഈ പറഞ്ഞു കൂട്ടിയത് എന്താ? സെയ്ദ് എന്ന് പറയുന്ന സെയ്ദ് ബിൻ ഹാരിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാരിസിന്റെ മകൻ സെയ്ദ്, അവനെ മുഹമ്മദിന്റെ മകൻ എന്ന് ജനങ്ങൾ വിളിച്ചു. അത് ഉത്കൃഷ്ടമായ സംസ്കാരമായിരുന്നു. അതായത് അറബികളുടെ എല്ലാ സംസ്കാരവും ഞാൻ അംഗീകരിക്കുന്നില്ല, ഉത്കൃഷ്ടമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഉന്നതമായ ഒരു സംസ്കാരമായിരുന്നു ഇത്. ഏത് ദത്തുപുത്രനെ സ്വന്തം പുത്രനെ പോലെ കരുതുക എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ഒരു കാര്യം ഞാൻ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, ക്ഷമിക്കണം. നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഈ വിവരദോഷികളുടെ വിവരക്കേട് പൊളിച്ചു കാണിക്കാനും ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സബാസ്റ്റ്യൻ പുന്നക്കലിന് ഒരു ഭാര്യയുണ്ട്, 2 കുട്ടികളുമുണ്ട്. ഞാൻ മനസ്സിലാക്കിയ പ്രകാരം ഈ സബാസ്റ്റ്യൻ പുന്നക്കലിൻ്റെ ഭാര്യയെ വേറെ ഒരു പള്ളിയിലച്ഛൻ സ്വന്തം ഭാര്യയെപ്പോലെ കരുതി കിടപ്പറയിലേക്ക് ക്ഷണിച്ച് അയാളുടെ ആവശ്യം നിർവഹിച്ചാൽ സബാസ്റ്റ്യ നീ എന്തു പറയും? ക്ഷമിക്കണം കേട്ടോ, ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇതേ കാര്യം അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അതായത് നിങ്ങൾ 1400 വർഷം മുമ്പാണ് ജീവിച്ചതെന്ന് വിചാരിക്കുക, ഖുറൈശികളുടെ കാലഘട്ടത്തിലാണ് ജീവിച്ചതെന്ന് വിചാരിക്കുക. സബാസ്റ്റ്യന്റെ ഭാര്യയെ, അല്ലെ അനിൽ കൊടിത്തോട്ടത്തിന്റെ ഭാര്യയെ വേറെ ഒരുത്തൻ സ്വന്തം ഭാര്യയെ പോലെ കരുതിയാൽ അതിനെ ഉത്കൃഷ്ട നിയമമായി നിങ്ങളങ്ങ് കരുതിക്കളയോ? എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവരെ, ഞാൻ വീണ്ടും പറയുന്നു, അപമാനമാണ് ഈ രണ്ടാളുകൾ. അപമാനമാണ്. ഇവർ വിളമ്പുന്നത് വിവരക്കേടാണ്. നിങ്ങൾ ശരിക്കും ചിന്തിക്കുക, എന്താ അവിടെ ഖുർആനിൽ നിന്ന് അതൊന്ന് പഠിക്കേണ്ടത് തന്നെയുണ്ട്. ഖുർആനിൽ നിന്ന് അത് പഠിക്കേണ്ടത് തന്നെയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലിപ്പിലെ അവസാന ഭാഗം നിങ്ങൾ ഒന്നുകൂടി കേൾപ്പിക്കാം. നിങ്ങൾ ആ അവസാന ഭാഗം ഒന്നുകൂടി കേൾക്കൂ. അന്നത്തെ ഖുറൈശികളുടെ മഹത്തായ നിയമം അനുസരിച്ചിട്ട്, അതായത് അവരുടെ എല്ലാ നിയമങ്ങളും മഹത്തരമെന്നല്ല പറയുന്നത്, ആ നിയമം ഡെഫിനറ്റ് ആയിട്ട് ഖുറൈശികളുടെ ആ സാമൂഹ്യ നിയമം മഹത്തരമായൊരു നിയമമായിരുന്നു. ആ നിയമം അനുസരിച്ചിട്ട് ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ, ഒരു അനാഥനെയോ മറ്റാരെങ്കിലും നമ്മൾ ദത്തെടുത്ത് സ്വന്തം മകനായി വളർത്തിയാൽ അവൻ സ്വന്തം പുത്രനായിട്ട്, അതായത് സ്വന്തം ചോരയിൽ പിറന്ന പുത്രനെ പോലെ കാണണം, അവൻ മുഹമ്മദിന്റെ മകനായിട്ട് അറിയപ്പെടും. ഇത്തരത്തിലുള്ള നിയമം ഉണ്ടായിരുന്ന മനോഹരമായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആ നിയമം മാറ്റി ദത്തെടുത്ത മക്കളെ, വളർത്തുപുത്രിമാരെ സ്വന്തം മക്കളായി കാണാൻ പാടില്ല എന്ന പ്രാകൃതമായ ഒരു നിയമം കൊണ്ടുവന്നു. ആരാണ് ആ സാമൂഹിക പരിഷ്കർത്താവ്? ഒരു നല്ല മഹത്തരമായ ഒരു നിയമം മാറ്റിയിട്ട് ഒരു പ്രാകൃത മൃഗീയ നിയമം കൊണ്ടുവന്ന ആ സാമൂഹിക പരിഷ്കർത്താവിന്റെ പേരാണ് മുഹമ്മദ് ബിൻ അബ്ദുള്ള. കേട്ടല്ലോ? അതായത് വളരെ പ്രാകൃതമായ ഒന്ന്, നിങ്ങൾ ആലോചിച്ച് നോക്കണം, വളരെ നീചമായ ഒന്നിനെ പ്രവാചകൻ പ്രതിഷ്ഠിക്കുകയാണ്. ഏറ്റവും ബെറ്ററായ ഉന്നതമായ ഒന്നിനെ, അല്ലെങ്കിൽ ഏറ്റവും പരിഷ്കൃതമായ ഒന്നിനെ, എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്ന ഒന്നിനെ, നന്മയായ ഒന്നിനെ മുഹമ്മദ് നബി ഇല്ലായ്മ ചെയ്തു. എന്ത് ഇത് പറയുമ്പോൾ ഇവരെല്ലാം ഖുർആനിൽ നിന്ന് ഒരു ഭാഗം മാറ്റി വെക്കുന്നു എന്നുള്ള വസ്തുത നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ ഖുർആൻ വായിക്കുന്നില്ല, ഞങ്ങൾക്ക് പേടിയാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. ഖുർആൻ അത് തുടങ്ങുന്നത് എങ്ങനെയാ? സൂറത്ത് അഹ്സാബ് വായിക്കാൻ ഒരു പേടിയില്ല. അതിൻ്റെ അത്ര വായിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു അധ്യായം വേറെ ഇല്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു. അതെന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വിവരക്കേടിന്
ഉജ്ജ്വലമായ മറുപടി പറഞ്ഞ ഗ്രന്ഥാണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ അധ്യായത്തിന്റെ പേരിൽ ഒരു ദുഃഖവും ഇല്ല കേട്ടോ. അതിലെ 33-ന്റെ 1-ാമത്തെ വചനം, യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ് വലാ തുതീൽ കാഫിരീന വൽ മുനാഫിഖീൻ ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. തുടക്കം തന്നെ എന്താ പറയണ അറിയോ? നബിയേ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, സത്യനിഷേധികളെയും കപടവിശ്വാസികളെയും അനുസരിച്ച് പോവുകയും ചെയ്യരുത്. വിവരമില്ലാത്ത സത്യനിഷേധികളായ സബാസ്റ്റനെ പോലെയുള്ള പുന്നക്കലിനെ പോലെയുള്ള കാപട്യം മനസ്സിൽ കാത്തു സൂക്ഷിച്ച സത്യസന്ധതയില്ലാത്ത അക്കാലഘട്ടത്തിലുള്ളവരെ താങ്കൾ അനുസരിക്കരുത്. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. എന്നിട്ട് പറയാണെന്ത്? വത്തബി മാ യൂഹാ ഇലൈക മിർ റബ്ബിക് ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീർ. നിനക്ക് നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് ബോധനം നൽകപ്പെടുന്നതിനെ പിന്തുടരുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു എന്നും ഞാൻ എങ്ങോട്ട് പോകുന്നു എന്നും എൻ്റെ നാഥൻ അറിയുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട്. അതുകൊണ്ട് അവൻ എനിക്ക് ദിവ്യബോധനം നൽകിയത് ഒന്നും കുറയ്ക്കാതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പിൻഗാമിയായി വരേണ്ട മുഹമ്മദ് നബിയും ഇതേ കാര്യം ചെയ്യണമെന്ന് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു എന്താണ്? വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വകീല. അള്ളാഹുവെ നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക, കൈകാര്യകർത്താവായി അള്ളാഹു തന്നെ മതി എന്നാണ്. എന്നിട്ടാണ് ഈ കാര്യം പറയുന്നത്. എന്താ പറയുന്നത്? യാതൊരു മനുഷ്യനും അവൻ്റെ ഉള്ളിൽ അള്ളാഹു 2 ഹൃദയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണെന്ത്? ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, അനിൽ കൊടിത്തോട്ടൻ ടച്ച് ചെയ്യാത്ത, സബാസ്റ്റ്യൻ ടച്ച് ചെയ്യാത്തൊരു കാര്യം, ദത്തുപുത്രന്റെ കാര്യം മാത്രമല്ല അവിടെ വിലക്കിയത്, വേറൊരു കാര്യം കൂടെ വിലക്കുണ്ട്. അത് നിങ്ങൾ എന്താ അതിന് അഭിപ്രായം പറയണമെന്നും കൂടെ അറിയണം. അതെന്താണ്? നിങ്ങളുടെ ഭാര്യമാരെ അവൻ നിങ്ങളുടെ മാതാക്കളാക്കിയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ മാതാക്കളെ പോലെയായി പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ മാതാക്കളെ പോലെയായി പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ ഭാര്യമാരെ അവൻ നിങ്ങളുടെ മാതാക്കളാക്കിയിട്ടില്ല. ഇത് പറഞ്ഞിട്ടാണ് എന്ത് പറയുന്നത്? നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുന്ന, കണ്ടോ, നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുന്ന ദത്തുപുത്രന്മാരെ അവൻ നിങ്ങളുടെ പുത്രന്മാരാക്കിയിട്ടുമില്ല. വിഷയം എന്താ? തലച്ചോറുള്ളവർ, ഖുർആൻ വായിക്കാൻ അറിയുന്നവർ, മലയാളമെങ്കിലും അറിയുന്നവർ ഇതിനൊരു ഉത്തരം പറയണം കേട്ടോ. എന്താ ഉത്തരം? ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. നിങ്ങൾ നിങ്ങളുടെ മാതാക്കളെ പോലെയായി എന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ ഭാര്യമാർ, ആ ഭാര്യമാരെ അവൻ നിങ്ങളുടെ മാതാക്കളാക്കിയിട്ടില്ല. ഇതാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയണം. ലിഹാർ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു അറബികൾക്കിടയിൽ. മഹോന്നതമായ, ശ്രേഷ്ഠമായ, ഗംഭീരമായ എന്നൊക്കെ ഈ ജാഹില് പറഞ്ഞില്ലേ ഈ സബാസ്റ്റ്യൻ. വിവരക്കേട് അലങ്കാരമായി തുളുമ്പരുത്. വിവരക്കേടിനെ രാജകീയ പദവിയോടുകൂടി അലങ്കരിക്കരുത്. സബാസ്റ്റ്യ ഞാൻ ചോദിക്കുന്നു, ഭാര്യ, അതായത് താങ്കളുടെ ഭാര്യ, അങ്ങനെ പറയാ, താങ്കള് അറബ് നാട്ടിൻ്റെ ആ കാലത്തെ സംസ്കാരത്തെ ഗംഭീരമായി കണ്ടല്ലോ. താങ്കളുടെ ഭാര്യ അല്പം ശാരീരികമായിട്ടൊക്കെ ശോഷിച്ചു, ചോരയും നീരും ഇല്ലാണ്ടായി, സുഖം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ താങ്കളുടെ ഭാര്യയ്ക്ക് വന്നു. അപ്പൊ താങ്കൾ എന്ത് പറയാണ്? എടി, ഇന്ന് മുതൽ നീ എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ്, എൻ്റെ അമ്മയെ പോലെയാണ്. എന്നാ അവരെ വിവാഹമോചനം ചെയ്യോ? ഇല്ല. അവരെ ശാരീരികമായി സന്തോഷിപ്പിക്കോ? ഇല്ല. അവരെ ആഗ്രഹിച്ചാൽ ചെയ്യോ? ഇല്ല. കാരണം പിന്നെ തൊടാൻ പറ്റില്ല. പിന്നെ ലൈംഗികമായി ഭാര്യമാരെ സമീപിക്കാൻ പറ്റില്ല. കാരണം ഉമ്മാന്റെ സ്ഥാനത്തേക്ക് വെറും വായ കൊണ്ട് ഉയർത്തി. ഇനി ആലോചിക്കണം. ഞാൻ പറയുന്നു, ഞാനിതൊക്കെ എങ്ങനെ പറയുന്നതിനറിയോ? ഈ പറഞ്ഞിരിക്കുന്ന അനിൽ കൊടിത്തോട്ടം അദ്ദേഹത്തിന്റെ ഭാര്യയെ എന്തോ താല്പര്യക്കുറവ് വന്നു, നീ എനിക്ക് അമ്മയെ പോലെയാണെന്ന് പറയാ. ഇത് നിങ്ങൾ അംഗീകരിക്കുമോ? ഇത് നീതിയാണോ? ആ സ്ത്രീയോട് ചെയ്യുന്ന അതിക്രമമല്ലേ? അതിനെതിരെ ഇസ്ലാം ശബ്ദിച്ചു. അതറിയണമെങ്കിൽ വിവേകമുണ്ടാകണം, ബുദ്ധിയുണ്ടാകണം, നീതിബോധമുണ്ടാകണം, ചരിത്രബോധമുണ്ടാകണം, തൻ്റെ ഇടം എന്താന്ന് പഠിക്കണം, നട്ടൽ എന്താന്ന് പഠിക്കണം, ദൈവാരാന്ന് പഠിക്കണം, പ്രവാചകന്മാരാരാന്ന് പഠിക്കണം. ഇനി ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്: സ്വന്തം ഭാര്യയെ പോലെ അന്യന്റെ ഭാര്യയെ കണ്ടാൽ എന്താണ് സബാസ്റ്റ്യന് പറയാനുണ്ട്? നിങ്ങൾ എന്നെ പറഞ്ഞു, ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു വ്യക്തി തൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയെ പോലെ കരുതി അങ്ങനെ ജീവിക്കുകയാണ്. അത് കേട്ടോ, ചെല്ലാനത്തോ പരിസരത്തോ കോട്ടയത്തോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലോ ഒരു ക്രിസ്തീയ കുടുംബത്തിലെ ഒരു വ്യക്തി അന്യന്റെ, തൻ്റെ സുഹൃത്തിൻ്റെ, അയൽവാസിയുടെ ഭാര്യയെ സ്വന്തം ഭാര്യയെ പോലെ അയാളില്ലാത്ത സമയത്ത് ഉപയോഗിക്കുക. അതിങ്ങനെ തുടർന്നു പോരുകയാണ്. അതിനെ ഉദാത്തം, ഉത്കൃഷ്ടം, ശ്രേഷ്ഠം എന്ന് വിളിക്കോ?
അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് എന്ത്, ഒരു ക്രിസ്ത്യാനി തന്നെ, അയാൾ വന്നിട്ട് പറയണത് ഇത് എത്ര നീചമാണ്, നിങ്ങൾ എന്താ ഇങ്ങനെ ചെല്ലാനത്തൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. അയാളെന്ന് കിഷ്ടൻ എന്ന് പറയോ? മുഹമ്മദ് നബിയെ പറഞ്ഞല്ലോ മാതൃകായോഗ്യനായ പ്രവാചകനാണോ. ആ അവസാന ഭാഗം ഒന്നുകൂടി കേൾക്കി. ആ നിയമം ഡെഫിനറ്റ് ആയിട്ട് ഖുറൈശികളുടെ ആ സാമൂഹ്യ നിയമം മഹത്തരമായൊരു നിയമമായിരുന്നു. ആ നിയമം അനുസരിച്ചിട്ട് ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ, ഒരു അനാഥനെയോ മറ്റാരെങ്കിലും നമ്മൾ ദത്തെടുത്ത് സ്വന്തം മകനായി വളർത്തിയാൽ അവൻ സ്വന്തം പുത്രനായിട്ട്, അതായത് സ്വന്തം ചോരയിൽ പിറന്ന പുത്രനെ പോലെ കാണണം, അവൻ മുഹമ്മദിന്റെ മകനായിട്ട് അറിയപ്പെടും. ഇത്തരത്തിലുള്ള നിയമം ഉണ്ടായിരുന്ന മനോഹരമായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആ നിയമം മാറ്റി ദത്തെടുത്ത മക്കളെ, വളർത്തുപുത്രിമാരെ സ്വന്തം മക്കളായി കാണാൻ പാടില്ല എന്ന പ്രാകൃതമായ ഒരു നിയമം കൊണ്ടുവന്നു. ആരാണ് ആ സാമൂഹിക പരിഷ്കർത്താവ്? ഒരു നല്ല മഹത്തരമായ ഒരു നിയമം മാറ്റിയിട്ട് ഒരു പ്രാകൃത മൃഗീയ നിയമം കൊണ്ടുവന്ന ആ സാമൂഹിക പരിഷ്കർത്താവിന്റെ പേരാണ് മുഹമ്മദ് ബിൻ അബ്ദുള്ള. എങ്ങനെയുണ്ട്? ശ്രേഷ്ഠമായ ഒരു നിയമം മാറ്റിയിട്ട് മൃഗീയമായ ഒരു നിയമം കൊണ്ടുവന്നു. ഈ രണ്ട് കാര്യങ്ങൾ എണ്ണുന്നിടത്താണല്ലോ ഇത്. ഞാൻ ചോദിക്കുന്നു, ഞാൻ ഇതേ കാര്യം, ഇതിന് മറുപടി ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ നോക്കിക്കോ, ഇതിന് മറുപടി ഉണ്ടാവില്ല. എന്താ മറുപടി? ഒരാൾ, ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയെ, അവളെ ചോരയും നീരും സൗന്ദര്യമൊക്കെ പറ്റിയപ്പോൾ ഞാൻ അവളോട് നീ എനിക്ക് ഉമ്മാനെ പോലെയാണ്, ഉമ്മാന്റെ പവിത്രത പോലെയാണെന്ന്. എന്നാൽ ഇവിടെ യുക്തിവാദികൾ എന്താ പറയുന്നത്? എ ജബ്ബാറും മനു പ്രസാദും സി രവിചന്ദ്രനും ഒക്കെ പറയുന്നത് എന്താണ്? ഉമ്മാനെ ഞങ്ങൾക്ക് ഭാര്യമാരെ പോലെ തോന്നാറുണ്ട്, പറ്റെങ്കിൽ ഞങ്ങൾ ചെല്ലും, അമ്മയൊന്ന് സമ്മതിച്ച് കിട്ടിയാൽ മതി. നിങ്ങൾ ഈ രണ്ടിൻ്റെ എവിടെയുള്ളത്? നിങ്ങൾ രണ്ടുപേരും എവിടെയുള്ളത്? ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. നിങ്ങളാണോ മനുഷ്യരെ നന്നാക്കാൻ നടക്കുന്നത്? നിങ്ങളാണോ വിവരമുള്ളവർ? ലോകത്തിൽ ഏറ്റവും ഉന്നതമായ സംസ്കാരം പഠിപ്പിച്ച ഒരു വ്യക്തിയെ നീചനായി അവതരിപ്പിക്കുന്നു. ഈ വ്യക്തി നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അത് ഞാൻ നിങ്ങളോട് ന്യായമായി ചോദിച്ചല്ലോ. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയെ പോലെ കരുതുന്നു. അതിനെതിരെ ഒരാൾ ശബ്ദിച്ചാൽ, അന്യന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയെ പോലെ കരുതി അവരുടെ കൂടെ ശയിക്കുന്നവനെ നിങ്ങൾ അംഗീകരിക്കുവോ? അതിനെതിരെ ശബ്ദിച്ചു ഇസ്ലാം. തൻ്റെ ഇടമുള്ളൊരു പ്രവാചകൻ, നട്ടലുള്ളൊരു പ്രവാചകൻ ശബ്ദിച്ചു. ആ കൂട്ടത്തിൽ എന്താ ഖുർആൻ പറഞ്ഞത്? ഒന്നുകൂടെ കേട്ടോ. എന്താ ഖുർആൻ പറഞ്ഞത്? നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുന്ന നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അവൻ പുത്രന്മാരാക്കിയിട്ടില്ല. സത്യമല്ലേ ഇത്? സത്യമല്ലേ? ഞാൻ ചോദിക്കുന്നത്, അനാഥ സംരക്ഷണം ലോകത്തെ ഏറ്റവും ശക്തമായി പഠിപ്പിച്ചത് ഖുർആനാണ്. വെല്ലുവിളിച്ചോ? ബൈബിളിലാണോ അനാഥ സംരക്ഷണം ഏറ്റവും കൂടുതൽ? ഖുർആനിലാണോ? വെല്ലുവിളിച്ച് ഇതേ ടോപ്പിക് വെച്ചോ, സോഷ്യൽ മീഡിയ ചർച്ച നടത്തിക്കോ. ബൈബിളിലാണോ അനാഥകളെ സംരക്ഷിക്കുന്ന കാര്യം? പോട്ടെ, ദത്തുപുത്രനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? പുതിയ നിയമത്തിൽ എന്ത് പറയുന്നു? സംരക്ഷിക്കണമെന്നോ, ചേർത്ത് പിടിക്കണമെന്നോ, സ്വന്തം മക്കളെ പോലെ പോറ്റണമെന്നോ, ദരിദ്രനെ കൂടെ വളർത്തണമെന്നോ? എന്താ പറയുന്നത്? ഇവിടെ ദത്തുപുത്രനെ വളർത്തണോ സംരക്ഷിക്കണോ എന്നുള്ളതാണോ വിഷയം? അല്ല, അതാണ് മറച്ചു വെക്കുന്നത്. ഒന്നുകൂടെ കേട്ടോ. ഏതെങ്കിലും ഒരു അനാഥ കുട്ടിയെ സംരക്ഷിക്കേണ്ടതില്ല എന്നാണോ ഇദ്ദേഹം പറഞ്ഞ? അങ്ങനെയാണ്. അവനെ ഒഴിവാക്കി, അത് ശരിയല്ലെന്ന് പറഞ്ഞു. അങ്ങനെയല്ലടോ, അങ്ങനെയല്ല. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ എന്താണ് പ്രശ്നം? സ്വന്തം മക്കൾ. ഇപ്പൊ ഞാൻ പറയാം ഈ വ്യക്തി സെബാസ്റ്റ്യൻ, അയാളുടെ മകൻ ഉണ്ടെന്ന് വിചാരിച്ചോ. ആ മകന് കിട്ടേണ്ട സ്വത്ത് എവിടെയോ ജനിച്ച് ബാപ്പയും ഉമ്മയുമുള്ള, അച്ഛനും അമ്മയുള്ള ഒരു വ്യക്തി. ആ അച്ഛനും അമ്മയും ആരാ? സ്വന്തമായിട്ട് സ്വത്തുള്ളവരാണ്, സമ്പാദ്യമുള്ളവരാണ്. സെയ്ദിന് ഉമ്മയുണ്ടായിരുന്നു, സെയ്ദിന് ബാപ്പയുണ്ടായിരുന്നു, അവർക്ക് സ്വത്തുണ്ടായിരുന്നു, അവരുടെ മക്കളിൽ ഒരാളായിരുന്നു. 15-ാമത്തെ വയസ്സിലാണ് ഖദീജ ബീവിയുടെ ജീവിതത്തിലേക്ക് വന്നത്. 8-ാമത്തെ വയസ്സിൽ, 15-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ അടിമ എന്ന അവസ്ഥയിൽ നിന്ന് സ്വതന്ത്രനാക്കി. 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം കല്യാണം കഴിച്ചു. ഇവിടെയാണ് മെയിൻ പോയിന്റ്. അത് ശരിക്കും മനസ്സിലാക്കിക്കോളി നിങ്ങൾ. എന്താ കാര്യം? ഏതോ ഒരു നാട്ടിൽ കൽബ് ഗോത്രത്തിൽ ജനിച്ച ഹാരിസയുടെ മകൻ, ഹാരിസിന്റെ മകൻ, മുഹമ്മദിന്റെ മകനല്ല. നിങ്ങൾ പറയാതെ പറയുന്നത് എന്താ അറിയോ? ഹാരിസിന്റെ ഭാര്യയുടെ കൂടെ മുഹമ്മദ് നബിയാണ് അന്തിക്കൂട്ട് കൂടിയത്. അങ്ങനെയാണെങ്കിലോ സ്വന്തം പുത്രനാകുക? ഏതോ ഒരാളുടെ മകനെ ഈ അനിൽ കൊടിത്തോട്ട് എടുത്തു വളർത്തി. അവന് അച്ഛനും അമ്മയുണ്ട്, മമ്മിയും ഡാഡിയുണ്ട്, അവർക്ക് സ്വത്തുണ്ട്. എന്നിട്ട് അനിൽ കൊടിത്തോട്ട് എടുത്ത് വളർത്തിയാൽ എങ്ങനെയാണ് അനിൽ കൊടിത്തോട്ടത്തിന് മകനാകുന്നത്? ദത്തുപുത്രനെ വളർത്താൻ പറ്റുമല്ലേ എന്നുള്ളതല്ല. ഞാനൊക്കെ സംരക്ഷിക്കുന്നുണ്ട് അങ്ങനെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടേതല്ലാത്ത കുഞ്ഞുങ്ങളെ. പക്ഷേ ഞങ്ങൾക്ക് അവർ മതത്തിൽ സഹോദരനാണ്, ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനമാണ്. പക്ഷേ സ്വന്തം പുത്രൻ എന്ന് പറയാവോ? അതെങ്ങനെ പറയാന്ന്? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയിൽ ഉണ്ടായ ഒരു കുട്ടിക്ക് പകരം ഏതോ ഒരു സ്ത്രീയിൽ ഉണ്ടായ കുട്ടിയെ നിങ്ങളുടെ കുട്ടി എന്നെങ്ങനെ പറയും? അതെന്താണ് അതിൻ്റെ ദുരന്തം? അതൊരു മനസ്സിലാക്കിക്കോ. എന്താ അതിൻ്റെ ദുരന്തം?
എൻ്റെ മക്കൾക്ക് കിട്ടേണ്ട സ്വത്തവകാശം തത്തുല്യമായി കടന്നു. മാത്രമല്ല, അക്കാലഘട്ടത്തിലെ ക്രിസ്തുമതനുസരിച്ചും ജൂതമതനുസരിച്ചും അന്നത്തെ സനാതന ധർമ്മം അനുസരിച്ചും ആണുങ്ങൾക്ക് മാത്രമേ സ്വത്തവകാശം ഉണ്ടായിരുന്നുള്ളൂ, പെൺകുട്ടിക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. അതിനെതിരെ ശക്തമായ ഇടപെട്ട മതത്തെ ധീരോദാത്തമായ കാൽവെപ്പ് നടത്തിയതിനെ മനസ്സിലാകണമെങ്കിൽ ബുദ്ധി വേണം. ബുദ്ധി, വിവരം, ചരിത്രബോധം അതുണ്ടാവണം. അതില്ല നിങ്ങൾക്കതില്ല. ഞാൻ ചോദിക്കുന്നു, അയൽവാസിയായ ഒരു വ്യക്തി, ഒരു കുട്ടി, അവൻ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടിയാവുന്നത്? അതിനാണ് ഖുർആൻ എതിർത്തത്. ഏതോ ഒരു നാട്ടിലെ അയാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും ചെയ്തു. ആ ഭാര്യയെ കല്യാണം കഴിക്കുക വഴി ഈ ഉച്ചനീചത്വ ചിന്തകളും സ്വത്തവകാശവും മറ്റു പലതും സ്വന്തം മക്കൾക്ക് ലഭിക്കേണ്ടത് സ്വന്തം മക്കളല്ലാത്ത ഒരാൾ അതേ സമയത്ത് അയാളുടെ ബാപ്പയും അപ്പുറത്ത് ജീവിച്ചിരിപ്പുണ്ട്. ആ ബാപ്പയും മാമനും നബിയുടെ അടുത്ത് വന്നിട്ടുണ്ട്, ഞങ്ങളുടെ മോനെ തരണമെന്ന് പറയാൻ. ആയിക്കോട്ടെ, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ സെയ്ദ് ഇഷ്ടപ്പെട്ടില്ല, നബിയുടെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. ആ സെയ്ദിന്റെ മകനെ ഏറ്റവും വലിയ സൈന്യാധിപനാക്കി ഉസാമത്ത് ബിൻ സെയ്ദിനെ. അവരാരെ ആട്ടി ഓടിച്ചില്ല, അവരെ മാറ്റി നിർത്തിയില്ല. ഇന്ന് നിനക്കൊരു ആനുകൂല്യം ഇല്ല എന്നല്ല, നീ എൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ഇന്നത്തോടുകൂടി അവസാനിച്ചു. അതൊരുപാട് ദുരന്തങ്ങൾക്ക് കാരണമാകും. മുഹമ്മദിന്റെ മകൻ അല്ലല്ലോ നീ, അതുകൊണ്ട് നിന്റെ പിതാവ് ഹാരിസാൻ, അതുകൊണ്ട് ഇന്ന് മുതൽ നീ സെയ്ദ് ബിൻ ഹാരിസാൻ എന്ന തൻ്റെടമുള്ള തീരുമാനം അത് സാംസ്കാരികമായി ഉയർന്നവർക്ക് മനസ്സിലാവും, നിലവാരം വളരെ കുറഞ്ഞവർക്ക് അത് മനസ്സിലാവില്ല. അടുത്ത ഭാഗത്തേക്ക് പോകാം. സ്വന്തം മകന്റെ ഭാര്യയെ പോലും സ്വന്തം ഭാര്യയാക്കാൻ വേണ്ടി മകനെ കൊണ്ട് വിവാഹമോചനം ചെയ്യിക്കുന്ന സ്വന്തം മകൻ എന്ന് പറഞ്ഞാൽ വളർത്തുമകൻ, ദത്തുപുത്രന്റെ ഭാര്യയെ പോലും സ്വന്തമാക്കാൻ വേണ്ടി അവളിൽ പ്രണയം ജനിച്ചു കഴിഞ്ഞപ്പോൾ അവനെ കൊണ്ട് വിവാഹമോചനം ചെയ്യിച്ചിട്ട് അവന്റെ ദത്തുപുത്രൻ എന്നുള്ള സ്ഥാനം വരെ റദ്ദ് ചെയ്തിട്ട് ഇനി മേലാൽ ആരും ദത്തുപുത്രന്മാരെ സ്വീകരിക്കാൻ പാടില്ലെന്ന് വരെ പറഞ്ഞിട്ട് അവന്റെ ഭാര്യയെ സ്വന്തമാക്കുന്നതാണോ താങ്കൾ പറയുന്ന മാതൃക? ആലോചിക്കണം. സ്വന്തം മകന്റെ ഭാര്യയെ എന്നാദ്യം പറഞ്ഞു വെക്കുകയാണ്. അതാണ് കുരുപ്പ് പിടിച്ച മനസ്സിൻ്റെ, നിലവാരമില്ലാത്ത മനസ്സിൻ്റെ. അപ്പോൾ പിടിക്കല്ലോ എന്ന് പിന്നെ പെട്ടെന്നാ തോന്നിയേ. അപ്പോൾ ദത്തുപുത്രൻ്റെ എന്ന് പറഞ്ഞു. സ്വന്തം മകനല്ല ചങ്ങാതി, സ്വന്തം ബീജത്ത് പറഞ്ഞാലേ മകനാവുള്ളൂ. ഞങ്ങളൊക്കെ അങ്ങനെയാണ്. ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു പിതാവ് വേണം, അങ്ങനെ പിതാവുള്ള സംസ്കാരത്തിൻ്റെ പേരാണ് ഇസ്ലാം. ചൂണ്ടിക്കാണിക്കാൻ ഒരു പിതാവ്. ഇനിയില്ല എങ്കിൽ അവൻ നിങ്ങളുടെ മതത്തിൽ സഹോദരനാണ്. ഇനി ഇവിടെ ഒരു ഖുർആനിക വചനം ഗൗരവമായി നമുക്ക് റീഡ് ചെയ്യാം. ഞാൻ ആ ഭാഗത്തേക്ക് വരാം, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒരു ഖുർആനിക വചനം, ഗൗരവമായ ഒരു ഖുർആനിക വചനം തുടർന്ന് പറയാണ്. നോടൂ, 5-ാമത്തെ വചനാണ്. ഇതൊന്നും നിങ്ങൾ ഉദ്ധരിക്കാറില്ല. നിങ്ങൾ അവരെ ദത്തുപുത്രന്മാരെ അവരുടെ പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കുക. ഖുർആൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഞാൻ ഈ പൊരിക്കുന്നത് ഈ കോലത്തിലേ പൊരിക്കൂട്ടോ. ഇവരോട് എന്തില്ല, സോഫ്റ്റായ ഒരു നിലപാട് ഇവരോടില്ല കേട്ടോ. അത് നിങ്ങൾ വിചാരിക്കണ്ട, കേട്ടോളി. എന്നാൽ ക്രൈസ്തവരോട് ഞാൻ പറയാണ്, പഠിക്കാൻ ആഗ്രഹമുള്ള, മനസ്സിലാക്കാൻ ആഗ്രഹമുള്ള, ബുദ്ധി ആർക്കും പണയപ്പെടുത്തിയിട്ടില്ലാത്തവരോട് ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങൾ അവരെ ദത്തുപുത്രന്മാരെ അവരുടെ പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കുക. അതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നീതിപൂർവമായിട്ടുള്ളത്. എന്താണ്? ഏതൊരു വ്യക്തിയും ആരുടെ മകനാണോ അയാളിലേക്ക് ചേർത്ത് വിളിക്കുക. എത്ര ഗംഭീരമാണ്. അതുകൊണ്ടല്ലേ സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പ് എന്ന് വിളിക്കുന്നത്? സെബാസ്റ്റ്യൻ പുന്നക്കൽ ജോർജ് എന്നല്ലല്ലോ വിളിച്ചത്? അല്ലല്ലോ, ജോർജിന്റെ മകനല്ലല്ലോ സെബാസ്റ്റ്യൻ, ഫിലിപ്പിന്റെ മോനല്ലേ? എങ്ങനെയാ മനസ്സിലാക്കുന്നത്? എന്നെ അബൂബക്കറിന്റെ മകനാണ് മുജാഹിദ് എന്ന് പറഞ്ഞ പോലെ തന്നെ അബൂബക്കറിന്റെ മകനാ ഞാൻ, ദേവദാസന്റെ മകനല്ല. ദേവദാസനിലേക്ക് എന്നെ ചേർത്ത് പറയാൻ പാടില്ല, ദേവദാസൻ എന്നെ ചേർത്ത് പിടിക്കാനും പാടില്ല. എൻ്റെ വാപ്പ ബാലൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ പൊറ്റിയിരുന്നു. പക്ഷെ എൻ്റെ വാപ്പാന്റെ മോനല്ല, വളർത്തുപുത്രനാണ്, വളർത്തിയിരുന്നു. എല്ലാ സ്നേഹവും ഇന്നും കൊടുക്കുന്നുണ്ട്, അന്നും കൊടുക്കുന്നുണ്ട്, ഞങ്ങളും കൊടുക്കുന്നുണ്ട്, എല്ലാവരും കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ മതം ഞങ്ങളെ പഠിപ്പിച്ചതാണ്. പക്ഷേ സ്വന്തം പുത്രനല്ല. എൻ്റെ മകന് കിട്ടേണ്ട സ്വത്ത് ബാലൻ ഉണ്ടാവില്ല, ബാലൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ സ്വത്ത് വേറെ ഉണ്ടാവും. ഈ വ്യത്യാസം അത് മനസ്സിലാക്കാനുള്ള മൂളയും ബുദ്ധിയും കഥയും നിങ്ങൾക്കുണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ടോ അതാണ് അള്ളാഹുവിലെ ഏറ്റവും അടുത്തത്. ഇനി അവരുടെ പിതാക്കളെ നിങ്ങൾക്കറിയുന്നില്ലെങ്കിൽ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാണ്, മിത്രങ്ങളാണ്. അബദ്ധവശാൽ നിങ്ങൾ ചെയ്തു പോയതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തത് കുറ്റകരമാകുന്നു. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. ഇസ്ലാമിൻ്റെ കണ്ണിൽ അത് മ്ലേച്ഛമാണ്. ആരാൻ്റെ മകനെ സ്വന്തം മകനായി കൊണ്ടെടുക്കുക. മാത്രമല്ല, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഈ സെയ്ദിന് ബാപ്പയും ഉമ്മയുണ്ടായി, നബീൻ്റെ മോനാന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുക. ഇത് നബീൻ്റെ മോനാണ്, മുഹമ്മദിൻ്റെ മോനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? മാത്രമല്ല, സെയ്ദിൻ്റെ ഉപ്പ ചോദിക്കുന്നുണ്ട്, നീ സ്വതന്ത്രനായി ജീവിക്കുന്നതിനേക്കാൾ അടിമയായി ജീവിക്കാനാണോ ഇഷ്ടപ്പെടുന്നത്? നോക്കുക, ആലോചിച്ച് നോക്കണം നിങ്ങൾ. അത്ര മേന്മയേറിയതാണ്
ഈ രംഗമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറയരുത്, വിവരക്കേടുകൾ പറയരുത്. അടുത്ത ഭാഗം കേട്ടോളൂ. ഇതിൽ ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്തുന്നത് മുഹമ്മദ് അല്ല, അള്ളാഹുവാണ്. അള്ളാഹു എന്ന ആ കഥാപാത്രം വന്നിട്ട് ശക്തമായി ഇത്തരം അനീതികളെ, അധർമ്മങ്ങളെ പ്രവർത്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുമ്പോൾ അതിനെ ഞങ്ങൾ എന്തിനാണ് അംഗീകരിക്കുന്നത്? നിങ്ങൾ അങ്ങനെ ഒരു അള്ളാഹുവെ ബഹുമാനിച്ചോളൂ, ഞങ്ങൾക്ക് വിരോധമില്ല. ആ അള്ളാഹു ബൈബിളിൽ പറയുന്ന ബൈബിൾ സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞാതാവ് കൂടിയാണെന്ന് നിങ്ങൾ പറയാതിരിക്കുക. അത് ഞങ്ങൾക്കുണ്ടാക്കുന്ന അപമാനം വലുതാണ്. പ്രിയപ്പെട്ടവരെ, അതായത് സെയ്ദിൻ്റെ ഭാര്യയെ സൈനബിനെ കല്യാണം കഴിക്കാൻ നബിയുടെ താല്പര്യത്തെക്കാൾ കൂടുതൽ താല്പര്യം അള്ളാഹുവിനാണ്. ഈ അനീതിയെ, ഈ വൃത്തികേടിനെ സാധൂകരിച്ചു കൊടുക്കുന്ന അള്ളാഹുവാണ്. അത് തന്നെയാണ് ബൈബിളിലെ അള്ളാഹു എന്ന് നിങ്ങൾ പറയരുത് എന്നാണ്. അതിന് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു 2 ശമൂവേലിൻ്റെ 12-ാം അധ്യായം 7 മുതലുള്ള വാചകത്തിൽ ദാവീദ് പ്രവാചകന് ഇഷ്ടംപോലെ സ്ത്രീകളെ, അവിടെയും ഇതേ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, ഈ പറഞ്ഞ ചോദ്യം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, സാന്ദർഭികമായി സമയം അല്പം ദീർഘിച്ചു എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഇത് അത്ര മൗലികമായ വിഷയമായതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ക്ഷമിച്ച് കേൾക്കുക തന്നെ വേണം. നമുക്ക് താത്വികമായി പഠിക്കാനാണ്, ഈ വിഷയങ്ങൾ മനസ്സിലാക്കാനാണ്. ആരായിരുന്നു സൈനബ്? നബിയുടെ അമ്മായിയുടെ മകളായിരുന്നു. വളരെ ചെറുപ്പത്തിലെ സൈനബിനെ കണ്ട ആളാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, പ്രവാചകനാകുന്നത് വരെ, ഖദീജ ബീവിയെ 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നത് വരെ ഒരു ലൈംഗിക ആരോപണവും ആ പ്രവാചകന്റെ നേരെയില്ല. അപാര സൗന്ദര്യത്തിന്റെ ഉടമ, നല്ല യുവാവ്, അരോഗദൃഢഗാത്രൻ, ഖുറൈശി ഗോത്രത്തിലെ വലിയ ആള്, അല്ലമീൻ എന്ന് ലോകം വിളിച്ച ആള്, അത്ര ശ്രേഷ്ഠനായ വ്യക്തി. ആ വ്യക്തി ഖദീജ എന്ന് പറയുന്ന 40 വയസ്സുകാരിയെ, 4 കുട്ടികളുള്ള ഒരു സ്ത്രീയെ, 2 ആളാൽ വിധവയാക്കപ്പെട്ട ഒരു സ്ത്രീയെ, പിന്നീട് അവരുടെ കൂടെ അവർ മരിക്കുന്നവരെ വേറെ കല്യാണം കഴിച്ചിട്ടില്ല. സൈനബിനെ വേണമെങ്കിൽ ആദ്യമേ കല്യാണം ആലോചിക്കായിരുന്നു. സൗന്ദര്യം ചെറുപ്പത്തിലേ കണ്ട ആളാണ്. മാത്രമല്ല, ഇസ്ലാമിൻ്റെ പർദാ സമ്പ്രദായം നിർബന്ധമാക്കുന്നതിന് മുമ്പ് സൈനബയെ അറബികളുടെ അക്കാലത്തെ വേഷവിധാനത്തോടുകൂടി സൈനബിനെ റസൂൽ കണ്ടിട്ടുണ്ട്. പ്രവാചകനായതിനു ശേഷം അറബികൾ എന്താ പറഞ്ഞറിയോ? സുന്ദരികളായ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാനാണ് നീ ഇങ്ങനെ ആളാകുന്നതെങ്കിൽ ഏത് സുന്ദരിയെയും നിനക്ക് കല്യാണം കഴിച്ചു തരാം. സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോയ ഒരാള് ആ നബി എന്ന തോന്നിവാസം സബാസ്റ്റ്യനെ പോലെയുള്ളവർ പറയുന്നുണ്ട്. ആ ഭാഗം കേൾക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒഴിവാക്കി. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നമുക്കൊന്നാമതായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം ഇവിടെ എന്തൊക്കെ വിഷയങ്ങൾ വന്നു? ഒന്ന്, ദത്തുപുത്രൻ എന്നത് എന്താണ്? സ്വന്തം ഭാര്യയെ മാതാവിനെ ഭാര്യയോടൊക്കെ തുലം ചെയ്യുന്ന തോന്നിയാസം ഇസ്ലാം എതിർത്തു. ഇസ്ലാം ആണത്വത്തിൻ്റെ പേരാണ് മിസ്റ്റർ. ഇസ്ലാം തൻ്റെ ഇടത്തിൻ്റെ പേരാണ് മിസ്റ്റർ. വ്യക്തികൾക്ക് തോന്നുന്ന നന്മയും തിന്മയല്ല, ദൈവത്തിന് തോന്നുന്ന നന്മയും തിന്മയും. അത് ഞങ്ങളുടെ മതവിശ്വാസികളുടെ പ്രത്യേകത. നിങ്ങളെപ്പോലെയല്ല ഞങ്ങൾ അള്ളാഹു പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിൽക്കും, റസൂല് പറഞ്ഞാൽ അവിടെ. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മതം അനുഷ്ഠിക്കുന്നവർ മുസ്ലിങ്ങളായത്. ബൈബിളിലെ 100 കണക്കിന് വിഷയങ്ങൾ തള്ളിക്കളഞ്ഞവരാണ് നിങ്ങൾ. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ അള്ളാഹു പറഞ്ഞു, റസൂൽ പറഞ്ഞു. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റസൂൽ പറഞ്ഞാൽ സമീന വ അത്അന, ഞങ്ങൾ കേൾക്കുകയും ഞങ്ങൾ അനുസരിക്കുകയും ചെയ്യും. ഇതാണ്. ഇനിയും ഇതിൻ്റെ വിശദാംശങ്ങളുണ്ട്. എൻ്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറയുന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചയുണ്ട്. അത് തുടർന്ന് വരും. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ഓരോ ഭാഗങ്ങൾ ക്ലിപ്പിട്ട് അത് വിശദീകരിക്കുമെന്നാണ്. ഈ വിഷയത്തിൽ ഇനിയും ആർക്കെങ്കിലും സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല. സത്യാന്വേഷികൾക്ക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ കൃത്യമാണ്. നബിയുടെ മകനല്ല സെയ്ദ്. ഇനി ഇതിൻ്റെയൊക്കെ ഏറ്റവും രസകരമായ സംഗതി ഞാൻ പിന്നീട് പറയും. നിങ്ങൾ ഹലാക്ക പരിശോധിച്ചാൽ, ജൂത റബ്ബിമാരുടെ സൈറ്റ് പരിശോധിച്ചാൽ എന്താ പറയുന്നത്? എൻ്റെ വാപ്പ എൻ്റെ ഉമ്മയുടെ കാലശേഷം വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ ആ സ്ത്രീയിലെ പെൺകുട്ടിയെ എനിക്ക് കല്യാണം കഴിക്കാം. എൻ്റെ രണ്ടാനച്ഛൻ ആദ്യം കല്യാണം കഴിച്ച സ്ത്രീയെ എനിക്ക് കല്യാണം കഴിക്കാം. ജൂതവിശ്വാസം അതായിരുന്നു. ഓൾഡ് ടെസ്റ്റമെന്റ് അനുസരിച്ച് അവർ പറഞ്ഞ അതായിരുന്നു. സഹോദരി സഹോദരന്മാർക്ക് കല്യാണം കഴിക്കാം. അവിടെ എന്ത് മര്യാദ ഉള്ളത്? അതുകൊണ്ട് നിങ്ങളൊന്ന് പറയൂ, അവിടെ എന്ത് മര്യാദയാണ് ഉള്ളത്? ഞാൻ ആ ഭാഗത്തേക്കൊക്കെ വിശാലമായി കടക്കണമെന്ന് വിചാരിച്ചാണ്. സമയത്തിനൊരു പരിധിയുണ്ടല്ലോ. വിഷയം നീണ്ടുപോയി എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളിത് കേൾക്കണം.
ഇതൊക്കെ വളരെ കറക്റ്റായി നിങ്ങൾ റീഡ് ചെയ്യണം. ബൈബിളിൽ എന്താ പറഞ്ഞത്, ഖുർആനിൽ എന്താ പറഞ്ഞത്, ഇവരെന്ത് വിവരക്കേടാ പറയുന്നത് എന്നൊക്കെ ഇത് കൃത്യമായി കേട്ടവർക്കറിയാം. ഇവരുന്നയിച്ച മുഴുവൻ ചോദ്യങ്ങൾക്കും ആറ്റിക്കുറുക്കിയൻ്റെ മറുപടി വന്നു കഴിഞ്ഞു. സർവശക്തനായ പ്രപഞ്ചനാഥൻ സത്യം ബോധ്യപ്പെടാൻ മാത്രം നമ്മുടെ നാവിലൂടെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. അള്ളാഹുവെ നിനക്ക് സ്തുതി. സഹോദരങ്ങളെ, നിങ്ങൾ പഠിക്കുക. ഇവരൊക്കെ വിവരം കെട്ടവരാണ്, അറിവില്ലാത്തവരാണ്, സ്വന്തം വേദഗ്രന്ഥം പോലും പഠിക്കാത്തവരാണ്, ജനങ്ങളെ തെറ്റിദ്ധരും ഒന്നുമില്ല. പ്രവാചകനോട് അടങ്ങാത്ത ദേഷ്യം. കാരണം പ്രവാചകൻ്റെ വ്യക്തിത്വത്തെ പോലെ പ്രോജ്വലമായൊരു വ്യക്തിത്വത്തെ ചരിത്രത്തിൻ്റെ ഇടനാഴികകളിൽ എവിടെ ഇവർ കണ്ടെത്തിയിട്ടില്ല. നബിക്കെതിരെ കൃത്യമായി വിമർശനം ഉന്നയിക്കാൻ ഒരു കഴിവ് ഇവർക്കില്ല. ഖുർആൻ വായിക്കുന്നതോറും ഇവർക്ക് പേടി തോന്നുന്നു. ഞങ്ങൾക്ക് ഖുർആൻ മുഴുവൻ വായിക്കാനും, ഞാൻ ഒന്നുകൂടി പറയാം, ബൈബിളിലെ ഉള്ളടക്കത്തിലൂടെ എന്ന എൻ്റെ ഒരു പരമ്പര വരാൻ പോകുന്നു. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ബൈബിൾ കൃത്യമായിട്ട് വായിച്ച ഒരാൾക്ക് ക്രിസ്ത്യാനിയാകാൻ കഴിയില്ല, കുരിശു വരയ്ക്കുന്ന ക്രിസ്ത്യാനിയാകാൻ കഴിയില്ല. യേശുക്രിസ്തുവിൻ്റെ അനുയായിക്ക് മുഹമ്മദ് നബി അംഗീകരിക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. നിങ്ങൾ കാത്തിരിക്കാം. എരന്ന് വാങ്ങിക്കോളൂ. കൃത്യമായും ധാരാളമായി ഉദാരമായി നിങ്ങൾക്ക് തരുന്നതാണ്. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.